നമസ്കാരം. വരാനിരിക്കുന്ന സാധനകൾക്കായിട്ട്, മന്ത്രജപങ്ങൾക്കായിട്ട്, നാമജപങ്ങൾക്കായിട്ടുള്ള നല്ല സമയങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതായത് ചില മുഹൂർത്തങ്ങൾ, ചില സമയങ്ങൾ, സമയം എന്ന് തന്നെ പറയാം, കാലം എന്ന് തന്നെ പറയാം. അത് ചില കാര്യങ്ങൾക്ക് വളരെ ഉത്തമമോ ചില കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ലാതെ വരികയും ചെയ്യാറുണ്ടല്ലോ. അതിനാണല്ലോ നമ്മൾ മുഹൂർത്തം നോക്കുന്നത്, എപ്പോഴും നല്ല സമയം നോക്കുന്നത്. അങ്ങനെ നമ്മുടെ നാമജപങ്ങളുടെ, സാധനകളുടെ പുണ്യം വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നമുക്കറിയാം, മകരസംക്രാന്തി നല്ല ദിവസമാണ്. അതുപോലെ നമുക്കറിയാം ഇനിയിപ്പോൾ ശിവരാത്രികൾ വരും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും ഈ വീഡിയോ കുറച്ചുകൂടി ഗുപ്തമായിട്ടുള്ള ചില സമയങ്ങളെ പറ്റി നേരത്തെ നിങ്ങളെ അറിയിക്കാനുള്ളതാണ്. ഇത് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. ആർക്കും, ഏത് ആൾക്കാർക്കും, അതായത് വിശ്വാസികൾക്ക്, ഭക്തന്മാർക്ക്, പുതിയതായിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന സമയങ്ങളാണ്. ഗുരു ഇല്ലാത്തവരാണെങ്കിലും നാമങ്ങൾ ചൊല്ലാം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. ഗുരു ഉള്ളവരാണെങ്കിൽ ഗുരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഒന്ന് ദേവി ഭക്തന്മാർക്കായിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവി ഭക്തന്മാരെന്ന് പറയുമ്പോൾ മറ്റ് ആൾക്കാർ കൃഷ്ണഭക്തരാണ്, ഗണപതിയുടെ ഭക്തനാണ്, ശ്രീരാമഭക്തനാണ്, ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കരുത്. അപ്പോൾ സ്പെസിഫിക്കലി നവരാത്രികൾ എന്നത് ദേവിക്കുള്ളതാണ്. പക്ഷെ ആ നവരാത്രിയിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ശക്തിയെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, ദേവി ആരാധകന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, അത്രയും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. കാരണം ആ സമയത്തുള്ള ഒരു എനർജി അതാണ്, ഊർജം അതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ശരിക്കും നമ്മൾ നമ്മുടെ ഒരു പുണ്യം സമ്പാദിക്കാൻ, അതുപോലെ നമ്മുടെ എനർജി ലെവൽ ഒന്ന് ഉയർത്താനായിട്ട്, നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ അറിയാനായിട്ട് ഉപയോഗിക്കേണ്ട സമയങ്ങളാണ്. അപ്പോൾ നവരാത്രി കാലങ്ങൾ എന്നത് ദേവിക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തരാണെങ്കിലും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തന്നെ അംശമാണ് എല്ലാവരുമെന്നും അദ്ദേഹം തന്നെയാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവർ ആരാധിക്കുന്ന ആ ഒരു സ്വരൂപത്തെയാണ് അവർ മഹത്തായിട്ട് കാണുന്നത്, സർവശക്തരായിട്ട് കാണുന്നത്. അപ്പോൾ മഹാദേവനെ ആരാധിക്കുന്നവർ, മഹാദേവൻ്റെ ഭക്തന്മാർ, ഓരോ പുരാണങ്ങളിലും അങ്ങനെയാണല്ലോ, അവർ അതിനെ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ശിവപുരാണത്തിൽ ഭഗവാൻ ശിവന് പ്രാധാന്യം, ദേവിയുടേതാണെങ്കിൽ ദേവിക്ക് പ്രാധാന്യം, അങ്ങനെയാണ്. അപ്പോൾ നവരാത്രികൾ എന്നത് ദേവിക്കായിട്ട് സമർപ്പിച്ചതാണ്. ഞാൻ നേരത്തെയും നവരാത്രിയെപ്പറ്റി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും 4 നവരാത്രികളെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഉള്ളത് മാഘഗുപ്ത നവരാത്രിയാണ്. അപ്പം 4 നവരാത്രികളിൽ ഒന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ്, മൊത്തം ഭാരതത്തിൽ ആഘോഷിക്കുന്നതാണ്. അതുപോലെ അത് ശരിക്കും ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്നതാണ് ശാരദീയ നവരാത്രി. ഇതാണെങ്കിൽ ഗുപ്ത നവരാത്രികളാണ്. ഇത് ശരിക്കും ഗുപ്തം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ രഹസ്യം തന്നെയാണ്. അത് പൊതുവെ സാധകരാണ് അത് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയും ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഡേറ്റൊക്കെ എടുത്തിട്ട് അനുഷ്ഠിക്കുന്നവരുണ്ടെന്നും അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് ഡേറ്റ് കിട്ടും. 2026 നവരാത്രികൾ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാവുന്നതാണ്, ഗൂഗിളിനോട് ചോദിക്കാവുന്നതാണ്, ഗൂഗിൾ പറഞ്ഞു തരും. കലണ്ടറിലും ഉണ്ടാകും, പക്ഷേ വ്യത്യസ്ത കലണ്ടറാണല്ലോ ഓരോ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ദേവിയുടെ ആരാധനയ്ക്ക് ഏറ്റവും മികച്ച ടൈമുകളാണ്. ഗുപ്തമായിട്ട് ചെയ്യേണ്ടത് ഗുപ്തമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് രഹസ്യമാക്കി തന്നെ വയ്ക്കണം. നിങ്ങൾ ആരെ ആരാധിക്കുന്നു, എത്ര മണിക്ക് എണീക്കുന്നു, എത്ര മണിക്ക് ഉറങ്ങുന്നു, രാത്രിയിലിരുന്നാണോ ജപിക്കുന്നത്, നിങ്ങളുടെ ആഹാരശീലം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ജനുവരി 19, 2026 തൊട്ടിട്ട് ജനുവരി 28, 2026 വരെയാണ് ഇത്തവണത്തെ മാഘഗുപ്ത നവരാത്രി. അപ്പോൾ ഇത് ഉപയോഗിക്കുക ദേവി ആരാധനയ്ക്കായിട്ട്. പലരും ഈ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ 5ാം ഭാവത്തെപ്പറ്റി, പൂർവ്വജന്മ പുണ്യത്തെ പറ്റിയാണെന്ന് തോന്നുന്നു, ആ വീഡിയോ ആണെന്ന് തോന്നുന്നു, അതിലും ഈ ഒരു ഗുരുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ
പല വീഡിയോകളിലും അതിൽ ഗുരു എന്നൊരു കാര്യത്തെ, ആ തത്വത്തെ മനസ്സിലാക്കാതെ പല കമൻറ്റുകളും കാണാറുണ്ട്. എന്താ പറയുക, ചിലപ്പോൾ അവർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാറുമുണ്ട് എഴുതിയിട്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമൻറ്റാണ്, ഇപ്പോൾ ലാസ്റ്റുള്ള ഏതൊരു വീഡിയോയിലാണെന്ന് തോന്നുന്നു, ഇക്കാലത്ത് എല്ലാ ഏകദേശം എന്താ പറയുക ഇക്കാലത്ത് ഗുരുക്കന്മാരൊക്കെ ദുർമാർഗികളും ധനമോഹമുള്ളവരും ആണെന്നോ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് കണ്ടതുപോലെ തോന്നി. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഈ ജന്മത്തിലും ഒരു അബദ്ധം, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരുന്നുണ്ട്. ഗുരു ഒരു തത്വമാണ്. അതും ആ തത്വമാണെന്ന് ഞാൻ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം വലിയതാണ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ശരിക്കും നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ആ ആൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് പോലെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയ തൃപ്തി, മൊത്തത്തിൽ അതുപോലുള്ളൊരു ആളെ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ അത് എന്താ പറയുക, അദ്ദേഹം കാണുന്ന ആൾക്കാരുടെ കുഴപ്പമല്ല. ആരൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് അവരുടെ കുഴപ്പമല്ല അത്. നമുക്ക് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ എന്ത് കിട്ടുന്നു, എന്ത് കിട്ടിയില്ല, ഏത് കുടുംബത്തിൽ വന്ന് ജീവിക്കുന്നു, എന്തൊക്കെ സംഘർഷങ്ങളുണ്ട് എന്നത് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് നമ്മുടെ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഗുരു എന്നത് നമ്മുടെ മനസ്സിനിണങ്ങിയത് കിട്ടുക എന്നത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം നമ്മുടെ കർമ്മഫലമായിട്ടാണ് അത് കിട്ടുന്നത്. പക്ഷേ പലർക്കും ഗുരുവിനെ ലഭിക്കാറുമുണ്ട്. അതിൽ ഈ വ്യാഴത്തിനോ 9-ാം ഭാവത്തിനോ പാപഗ്രഹങ്ങളുടെ സംബന്ധം ഉണ്ടാകുമ്പോൾ, 9-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും, ശരിക്കും നിങ്ങളുടെ 5-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും ഒക്കെ, അല്ലെങ്കിൽ മീനത്തിലും ധനുവിലൊക്കെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും ടഫ് തന്നെയാണ് ഗുരുവിനെ കിട്ടാനായിട്ട്. കാരണം ആ കർമ്മം ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് അത് നമുക്കിഷ്ടപ്പെട്ടതുപോലെ ലഭിക്കാത്തത്. പക്ഷെ എന്നാലും ഒരാളെ ലഭിച്ചു കഴിഞ്ഞാൽ കണ്ണുമടച്ച് ഫോളോ ചെയ്തിട്ട് ഒരുപാട് തടസ്സം വരും. കണ്ണുമടച്ച് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളിൽ മാറ്റം വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരാളെ ഫോളോ ചെയ്തിട്ട് ആ മന്ത്രങ്ങൾ അങ്ങനെ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിനെ നമ്മൾ സേവിക്കുകയാണ് ചെയ്യുന്നത്. ആ മന്ത്രങ്ങളെ നമ്മൾ എന്താ പറയുക, ശരിക്കും ഒരു പൂജയാണത് മന്ത്രജപം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ആ ദേവതയുടെ പൂജ തന്നെയാണത് മന്ത്രജപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മന്ത്രജപങ്ങൾ എന്നത് എല്ലാവർക്കും ഗുരുവിൻ്റെ ദീക്ഷയില്ലാതെ കൊടുക്കരുത്. അതൊരു എനർജി എക്സ്ചേഞ്ച് പോലെയാണ്. ഗുരുവിൻ്റെ എനർജി കൂടി അതിലൂടെ വരുന്നുണ്ട്. ഗുരു ചെയ്ത സാധനകളുടെ ഫലം, ഗുരുവിൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരു, ആ ഗുരു പരമ്പര എന്ന് പറയുന്നില്ലേ, അവരുടെയൊക്കെ പുണ്യം അങ്ങനെ ട്രാൻസ്ഫറായിട്ട് അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും ആ സിദ്ധികളും പലതും അതിലൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ശാസ്ത്രമാണ് ഇത്. ഈ പറയുന്ന മാർഗം അങ്ങനെയുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസവും വേണം. അത് വിശ്വാസമില്ലെങ്കിലും ഇതിങ്ങനെ ഫോളോ ചെയ്ത് 2-3 വർഷം കഴിയുമ്പോഴാണ് ചിലർക്കിതിൻ്റെ ഒരു കാര്യമെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും പിടികിട്ടുന്നത്. അതല്ലാതെ തീരെ അനുഭവങ്ങൾ തീരെ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരുമുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റുള്ള ആളല്ല, പറഞ്ഞു കൊടുക്കുന്ന ആളിനല്ല കുഴപ്പം. നമ്മുടെ കർമ്മ ഫലം, നമ്മുടെ പ്രാരാബ്ധമാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കൂ. ശുദ്ധവായുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്വസിക്കാൻ വായുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടുന്ന കാര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പുണ്യഫലമായിട്ട് കിട്ടിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അത് കഴിക്കാനുള്ള വകയുമുണ്ട്. താമസിക്കാൻ ഒരിടമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പുണ്യമായിട്ട് കിട്ടിയിട്ട് ഭഗവാനോട് നന്ദി പറയാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നന്ദി പറയാറുണ്ടോ? എപ്പോഴെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് തരുകയും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം അത് തരുകയും ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ദോഷം കാണരുത്. മാത്രമല്ല, പല സ്തോത്രങ്ങളിലും ഭഗവാൻ ശിവൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുനിന്ദകൻ ഇത് കൊടുക്കരുത്, ശാഠ്യമുള്ളവന് കൊടുക്കരുത്. ആ സ്തോത്രങ്ങളുടെ പേര് തന്നെ പുറമേ പറയാൻ നമുക്ക് അനുവാദമില്ല. ചില സ്തോത്രങ്ങളും കവചങ്ങളും ഒക്കെ സ്വപ്നത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ലഭിക്കണമെങ്കിൽ പോലും ഒരുപാട് യാതനകളിലൂടെ കടന്നു പോയിട്ട് തപം ചെയ്തിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പലരും ഇത്തരം കാര്യങ്ങൾ പറയാത്തതും അത്
നമ്മുടെ ദേവതയ്ക്ക് ഒരു അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ആ വ്യക്തി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ അനുഭവങ്ങൾ പറയാത്തത്. അപ്പോൾ ഇത് ഞാനിവിടെ പറയുമ്പോഴും അത് ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. സാധനകളിൽ നാമജപങ്ങളിൽ തടസ്സം വരുമ്പോൾ വ്യക്തികൾ പറയുന്നത് കേൾക്കാറില്ലേ? ചില സമയങ്ങളിൽ ഒരുപാട് നാമം ജപിക്കുന്ന ഒരു വ്യക്തി, കൃത്യമായിട്ട് സന്ധ്യയ്ക്ക് രാവിലെ ഒക്കെ ജപിക്കുന്ന ഒരു വ്യക്തി, പ്രായമായ ആൾ തന്നെയാണെന്ന് വിചാരിക്കാം, കുറച്ച് ദിവസം അത് മുടങ്ങിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, കുറച്ച് ദിവസമായിട്ട് നാമം ചൊല്ലാനായിട്ടൊരു മൂഡില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാധ വരുന്നു, വിഘ്നം വരുന്നു, തടസ്സം വരുന്നു, അപ്പോൾ ഒരു ഒരു ശരിയാവുന്നില്ല എന്ന് പറയുന്ന കേൾക്കില്ലേ? അപ്പോൾ ചിലപ്പോൾ ഒരു അതിനിടയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സങ്കടം വന്നിട്ടായിരിക്കും വീണ്ടും അവരുടെ ഇഷ്ടദൈവത്തിനെ വിളിക്കുന്നതും ആ ജപം കണ്ടിന്യൂ ചെയ്യുന്നതും. എത്രത്തോളം ആ വ്യക്തിക്ക് അവരുടെ ഇഷ്ടദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ട്, അത്രത്തോളം ഇഷ്ടദൈവവും ഇവരോട് സംസാരിക്കുന്നതായിരിക്കും, പ്രതികരിക്കുന്നതായിരിക്കും. ഹൃദയത്തിൽ നിന്ന്, ഒരാളായിട്ട് വന്നിട്ടല്ല, ഹൃദയത്തിൽ നിന്ന്. ഹൃദയം തന്നെ മറുപടി പറയും. അത് നന്നായി നാമം ജപിക്കുന്നവർക്ക്, മന്ത്രം ജപിക്കുന്നവർക്ക് ഇതറിയാം. ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടദൈവം. അപ്പോൾ ഈ മുടങ്ങിപ്പോകാനുള്ള കാരണം എന്ന് വെച്ചാലും എന്തെങ്കിലും അപരാധം വരുമ്പോഴാണ്. അതായത് നമുക്ക് നാമജപങ്ങൾ ചെയ്യുമ്പോൾ, നല്ല നിരന്തരം നാമജപങ്ങൾ ചെയ്യുമ്പോൾ, നിരന്തര സ്തോത്രങ്ങൾ വായിക്കുന്ന ആൾക്ക്, അതുപോലെ മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് വരുമ്പോൾ, ഇതിൽ ഞാൻ പെൺകുട്ടികൾ പീരീഡ്സ് ആയിട്ടുള്ള ഗ്യാപ്പോ, പെട്ടെന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നു അങ്ങനെ വരുന്ന ഗ്യാപ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു യാത്ര വന്നു അതിന് പോകേണ്ടെന്ന, അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള തിരക്ക്, അങ്ങനെയുള്ള ഗ്യാപ്പിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ പോലെയുള്ള ദിനചര്യകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും എല്ലാ ദിവസത്തെ പോലെയും ഈ കുറച്ച് ദിവസങ്ങൾ എനിക്ക് എന്തുകൊണ്ടോ ജപിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, മന്ത്രം ചൊല്ലാൻ പറ്റിയില്ല എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അറിവുള്ള ഒരാൾ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിയിൽ നിന്ന് എന്തോ ഒരു അപരാധം വന്നിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്യിക്കാനാണ് ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അത് പലപ്പോഴും ആ വ്യക്തിക്ക് അറിയാൻ പറ്റില്ല, തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായ അനുഭവം ആ ഇഷ്ടദേവത കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയില്ല. പിന്നെ അത് എന്താ പറയുക, ഒരു ചെറിയൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു സങ്കടം, ഒരു ചെറിയൊരു ട്രിഗറിങ് ഇത് വന്നിട്ട് പിന്നെ വീണ്ടും ഇഷ്ടദൈവത്തിന് വിളിക്കുമ്പോഴായിരിക്കും അത് ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ അപരാധം എന്നത് പരനിന്ദയാണെന്ന്, നാമം ചൊല്ലുന്ന ആ നാവ് കൊണ്ട് നമ്മൾ പരനിന്ദ ചെയ്യരുത്, മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഗുരു ലഭിക്കുകയുമില്ല. അതാണ് പറയുന്നത്, നാമം നിരന്തരം ചൊല്ലുകയും നമ്മൾ ഗോസിപ്പ് പറയരുത്, കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിനിമ കാര്യങ്ങളൊക്കെ കാണാതിരിക്കുക, അക്രമം, വയലൻസ്. കാരണം വെറുതെ നമ്മളുടെ പുണ്യം നഷ്ടപ്പെടുത്തുകയാണ്. കാരണം ഇന്ദ്രിയങ്ങളത് ആസ്വദിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളത് അതിൽ മുഴുകുമ്പോൾ ഭഗവത് ചിന്ത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചിന്ത ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർ തരുന്ന ആഹാരം കഴിക്കുമ്പോഴും എങ്ങനെയുള്ള വ്യക്തിയാണ് തരുന്നത്, എങ്ങനെയുള്ള വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾ എടുക്കുന്നത്, അതും ശ്രദ്ധിക്കണം. അത് ഇന്നത്തെ കാലത്ത് അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവേണ്ടതാണ് നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ. കാരണം ഈ ഗുരുവിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ. ഇപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കമൻറ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇങ്ങനൊരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തി നിങ്ങൾക്കിണങ്ങുന്ന രീതിയിലുള്ളൊരു ആളിനെ കിട്ടിയെന്ന് വിചാരിക്കുക. ജ്ഞാനമുണ്ട്, നിങ്ങൾ എന്തു ചോദിച്ചാലും ഉത്തരം പറയും, ഉടനെ മറുപടി കിട്ടും. അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക സെഷൻ നിങ്ങളുമായിട്ട് ഫേസ് ടു ഫേസ്, ഓൺലൈനോ ഓഫ്ലൈനോ അങ്ങനെ തരുന്നു, നന്നായി സംസാരിക്കുന്നു, ഫീസൊന്നും വാങ്ങുന്നില്ല, അല്ലെങ്കിൽ വളരെ തുച്ഛമായ ഫീസാണ്, പുറമേയും നല്ല ലുക്കാണ്, എന്ന് വെച്ചാൽ ഗുരുജി, അല്ലെങ്കിൽ എന്താ പറയുക, ഗുരു എന്ന് പറഞ്ഞ ലുക്കാണ് എന്ന് വെച്ചാൽ ആ ഒരു എന്താണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്, കഷായ വസ്ത്രം, ചന്ദനക്കുറി, അല്ലെങ്കിൽ പട്ടുസാരി, എന്താ വെച്ചാൽ എങ്ങനെയാണ് അങ്ങനെ സൗമ്യമായ സംസാരം, ഇതൊക്കെയാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി കിട്ടി, അതായത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ സംസാരിക്കുകയും, നിങ്ങൾ എങ്ങനെ വിചാരിച്ചോ സിംപ്ലിസിറ്റി, ഭാഷയുടെ പ്രയോഗങ്ങൾ, ഇതൊക്കെയാണെന്ന് വിചാരിക്കാം. അതായത് ഒരു മലയാളിക്ക് ഗുരു എന്ന് പറഞ്ഞാൽ നന്നായി മലയാളം സംസാരിക്കുന്ന ഗുരുവായിരിക്കണം എന്നൊക്കെ ഉണ്ടാകാം. അതുപോലെ മലയാള ഭാഷയിൽ സ്തോത്രങ്ങളും കീർത്തനങ്ങളും കിട്ടണം. അതായത് ഒരുപാട് കംഫേർട്ട് തരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക.
ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുള്ള സിദ്ധിയുണ്ടോ നിങ്ങൾക്ക്? അതിനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? അതിനുള്ള ഒരു ഇഷ്ടദേവതയുടെ ആശ്രയം മുന്നേ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ചിന്തിക്കാൻ, സ്വയം ചിന്തിക്കാനായിട്ട്. അതിനും നമ്മുടെ 5-ാം ഭാവം പൂർവ്വജന്മ പുണ്യം വേണം. നമ്മുടെ 9-ാം ഭാവാധിപൻ നല്ലതായിരിക്കണം. കൃപയുണ്ടാകണം. ഏതെങ്കിലും ഒരു ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടദൈവത്തിൻ്റെ നാമം ചൊല്ലിയിട്ട് ആ ഭഗവതിയുടെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വിമർശനാത്മക ബുദ്ധിയായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഈ ലുക്കിലും കാര്യത്തിലും സംസാരത്തിലും ജ്ഞാനത്തിലും അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വന്നു. പക്ഷെ എത്രമാത്രം ഈ ഗുരുവിനെ സമീപിച്ച ശേഷം എൻ്റെ പ്രാരാബ്ധം കുറഞ്ഞു, എത്രമാത്രം എനിക്ക് പുരോഗതി ഉണ്ടായി, എത്രമാത്രം വൈരാഗ്യം ജീവിതത്തിൽ വന്നു. ഇപ്പോഴും ഞാൻ കരയുന്നുണ്ടോ? പഴയ കാര്യങ്ങൾ ഓർക്കാറുണ്ടോ? ഭാവിയെപ്പറ്റി ഉത്കണ്ഠ വരാറുണ്ടോ? ഭാവിയെപ്പറ്റി ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ പലതരത്തിലും. ഒരു കല്യാണപ്രായമായ പെൺകുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ഇനി എന്താവും, അവളുടെ കല്യാണം എന്താവും, എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അസുഖമാണ്, അവളെ ആര് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവിയെപ്പറ്റി ഉള്ള വലിയ ഉത്കണ്ഠ. അതുപോലെ കഴിഞ്ഞുപോയ സങ്കടങ്ങൾ. ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവയുടെ മുന്നിലിരിക്കുമ്പോഴൊക്കെ ഈ പഴയ കാര്യങ്ങൾ തന്നെയാണോ മുന്നിൽ വരുന്നത്? അതായത് ഇത്രയും കാലം ഈ ഒരു പെർട്ടിക്കുലർ ഗുരു എന്ന് പറയുന്ന ആളെ കിട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള തത്വത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾ ടാരോ കാർഡ് റീഡേഴ്സിൻ്റെ അടുത്തും ജ്യോതിഷ പണ്ഡിതന്മാരുടെ അടുത്തും മറ്റ് ഈ പറയുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഓടി നടക്കുകയാണോ? ഒരു തവണ നിങ്ങളുടെ ഉള്ളിലെ ദൈവീക തത്വത്തെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകേണ്ടി വരില്ല. പ്രോബ്ലം സോൾവേഴ്സിൻ്റെ ഈ പറയുന്ന ആസ്ട്രൽ ഹീലിംഗ്, പലതരത്തിലുള്ള പ്രാണിക് ഹീലിംഗ്, ആസ്ട്രോളജി, ജ്യോതിഷം എല്ലാം ഉൾപ്പെട്ടു. ഇവരുടെ അടുത്ത് പോകേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള തത്വത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയെപ്പറ്റി ഉത്കണ്ഠയും ഉണ്ടാകില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാനും സമയം ഉണ്ടാവില്ല, അത് വരില്ല. കാരണം എന്താണ്? ക്ലിയർ ആക്കി കഴിഞ്ഞു നിങ്ങളുടെ ഇഷ്ടദേവത, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമയങ്ങളെപ്പറ്റി പറഞ്ഞു തന്നത് വർഷത്തിൽ നമ്മുടെ എന്താ പറയുക, ഈ പറയുന്ന പ്രാരാബ്ധങ്ങളേക്ക് ബേൺ ചെയ്യാനായിട്ട്, കത്തിച്ച് കളയാനായിട്ടെന്ന് പറയാം. അതിന് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ ഒരുപാടുണ്ട്. തപം ചെയ്യാനായിട്ടെന്ന് പറയാം, ഒരുപാടുണ്ട്. അതല്ലെങ്കിലും എല്ലാ മാസവും ഉണ്ട്. നമുക്ക് ഏകാദശി വ്രതം എടുത്തിട്ട്, പ്രദോഷ വ്രതം എടുത്തിട്ട്, എന്താ പറയുക, ഒരു സംയമനത്തോടു കൂടി ഇരുന്നിട്ട് കുറച്ചൊക്കെ ബ്രഹ്മചര്യം പാലിച്ചിട്ട്, കഴിയുന്നത്ര പാലിച്ചിട്ട്, അതുപോലെ ആഹാര നിയന്ത്രണം, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ആഹാരം കഴിക്കാതിരിക്കുക, ഫ്രീ ആയിട്ട് കിട്ടുന്നത് സാധനങ്ങൾ വാങ്ങാതിരിക്കുക, ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താ പറയുക ആഹാരം കഴിക്കാതിരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ വെറുതെ ഫ്രീ ആയിട്ട്, അത് ഏതെങ്കിലും ഒരാളോട് റെമഡി, ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തായിരിക്കും ഇത്ര ആൾക്കാർക്ക് ഇന്ന സ്ഥലത്ത് അന്നദാനം കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപമൊക്കെ അങ്ങനെ കഴുകിക്കളയാണ്. നിങ്ങളത് പോയി സ്വീകരിക്കുകയാണ്. അമ്പലത്തിലെ പ്രസാദത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അമ്പലത്തിലെ പ്രസാദം മറ്റൊന്നാണ്, അത് പ്രസാദമാണ്, ഭഗവതിക്ക് നിവേദിച്ചതാണ്, ഭഗവാന് നിവേദിച്ചതാണ്, അതല്ല പറയുന്നത്. മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളും വേണം. എന്നിട്ട് നിങ്ങൾ ചൊല്ലുന്ന, അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഗുരുവില്ലെങ്കിലും നിങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ വച്ചിട്ട്, അതുപോലെ എപ്പോഴെപ്പോഴും ആൾക്കാരെ സ്പർശിക്കാതിരിക്കുക, നമ്മളെയും സ്പർശിക്കാൻ അനുവദിക്കരുത്. അത് ചില സമയങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അങ്ങനെ അതായത് ചിലപ്പോൾ നിങ്ങളൊരു വലിയൊരു ഓഫീസറായിരിക്കാം, നിങ്ങൾക്ക് ഒരാൾ ഗ്രീറ്റ് ചെയ്യേണ്ടി വരാം, കൈ കൊടുക്കേണ്ടി വയ്ക്കാം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വന്നേക്കാം, തീർച്ചയായിട്ടും. പക്ഷേ അതാണ് പറയുന്നത്, സദാസമയവും നമ്മുടെ ഉള്ളിൽ ആ ഭഗവത് നാമങ്ങൾ, നിങ്ങളുടെ ഇഷ്ടദൈവം ഭഗവാനാണെങ്കിൽ ഭഗവത് നാമങ്ങൾ, ഭഗവതിയാണെങ്കിൽ ഭഗവതിയുടെ നാമങ്ങൾ, സ്മരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ബാധിക്കുകയുമില്ല. നമ്മൾ പുറമേ എങ്ങനെയാണ് പെരുമാറുന്നത് ബാധിക്കുകയുമില്ല. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് ഒരിത് വേണം. നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തോട് ചോദിക്കുക. അതിനായിട്ട് നിങ്ങൾ അതായത് ഫ്രീ ആയിട്ട് നമുക്ക് നാമങ്ങൾ അവൈലബിൾ ആണ്. ഇത് ചോദിക്കാനായിട്ട് നാമങ്ങൾ ചൊല്ലൂ. എന്തുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു? മറ്റുള്ളവരെ നമ്മൾ എന്തിനാണ് നോക്കുന്നത്? എന്തുകൊണ്ട് മറ്റ് ഗുരുക്കന്മാർ ദുർമാർഗികളും ധനമോഹികളുമാണെന്ന് തോന്നുന്നു? അവരുടെ അടുത്ത്, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള കർമ്മം എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് ഒരു സാധന ചെയ്യൂ. ഒരു നിശ്ചിത സമയം, ഞാൻ ഇത്ര ദിവസങ്ങൾ, അതായത് ഞാൻ 3 മാസം, 100 ദിവസം, ഞാൻ 44 ദിവസം, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനൊരു സങ്കല്പം എടുക്കുകയാണ്. ഇത്ര മണിക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട്
എത്ര ദിവസങ്ങൾ ബ്രഹ്മചര്യത്തോട് കൂടിയിരുന്ന് ആഹാര നിയന്ത്രണം വെച്ചിട്ട് ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഇഷ്ടദൈവത്തിൻ്റെ നാമം, രാമനാമോ കൃഷ്ണനാമോ ഇത് ഞാൻ ചൊല്ലുകയാണ്. ഇത് ചൊല്ലിയിട്ട് എനിക്കിതിൻ്റെ മറുപടി കിട്ടണം. അങ്ങനെ ഒരു വീര യോദ്ധാവിനെ പോലെ ഭഗവാനോട് തപം ചെയ്തിട്ട് ചോദിക്കൂ നിർബന്ധമായിട്ടും. എനിക്കിത് ഉത്തരം പറഞ്ഞു തരണം. എന്താ നിങ്ങൾക്കതിന് ചോദിക്കാനുള്ള അധികാരം? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. നിങ്ങളുടെ പരംപിതാവാണ് ഭഗവാൻ. അച്ഛനോട് നമുക്ക് ചോദിക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് അറിവില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ കാണുന്നവരൊക്കെ ഇങ്ങനെ എന്നോട് വാങ്ങുന്നത്? അപ്പോൾ ഭഗവാൻ കാണിച്ചു തരും. അങ്ങനെയാണ് നമുക്ക് ഗുരുവിനെ കിട്ടുന്നത്. പിന്നെയും ഓരോ തവണയും അഹങ്കാരം ശമിപ്പിച്ചിട്ടേ നല്ല ഗുരുക്കന്മാർ ജീവിതത്തിലേക്ക് വരും. പിന്നെ ഞാൻ ഈ ഗുരുക്കന്മാരുടെ കാര്യത്തിലേക്ക് നേരത്തെ പറഞ്ഞു, എല്ലാ തരത്തിലും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരെ കണ്ടുകിട്ടിയാൽ, അതായത് ഒരാൾ ഈയിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാണ്, എന്താ പറയുക, ഞാൻ ഇന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ എന്നോട് തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, എന്നോട് തന്നെ പറഞ്ഞു ഇതാണ് നിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാനേ പറ്റൂ. കാരണം ഒരാൾ ഓൾറെഡി ഫോളൺ ആണ് പല കാര്യങ്ങളിലും. ആ മനുഷ്യനോട് അത് വീണ്ടും നമ്മൾ അങ്ങോട്ട് പറയേണ്ട ഒരിത് പലപ്പോഴും ജഗദംബയുടെ ഭക്തയായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം എന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ ഭഗവതിയുടെ ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കാരണം പ്രത്യക്ഷത്തിൽ കാണുന്ന സ്ത്രീകളെ, അവരിൽ നിങ്ങൾക്ക് ഭഗവത് തത്വം, ഭഗവതിയുടെ തത്വം കാണുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭഗവതിയെ ആരാധിക്കുന്നത്? അപ്പോൾ അതായത് ഒരാളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് ഒരു സ്ത്രീ ആകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. പുരുഷനാകുമ്പോൾ നമ്മളങ്ങനെ എന്തായാലും അത് ഒരു ലിമിറ്റ് വെച്ചിട്ടേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഇത് തന്നെ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ സാധന ബാച്ചിൽ ഞങ്ങൾ ശ്രീവിദ്യ ചെയ്യുമ്പോൾ അതിലൊരു കുട്ടിയുടെ ജാതകം, കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ പ്രായമുള്ള ആളാണ്. അപ്പോൾ അവരുടെ തുലാം രാശിയിൽ എന്താണ് ചൊവ്വയും ശനിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മ, ചൊവ്വയും ശനിയും അവരുടെ 4ാം ഭാവത്തിലാണ്. കർക്കിടകം ലഗ്നമാണ് അവർ. ഭരണി നക്ഷത്രമാണ്, ജന്മനക്ഷത്രം ഭരണി. ഇത്രയും ഞാൻ ഓർക്കുന്നു. കുറച്ച് ഞാൻ ഓർക്കുന്നുണ്ട് അവരുടെ വിദ്യജാതകങ്ങൾ. അവരും അവരുടെ ഭർത്താവും തമ്മിൽ വളരെ നല്ല ബോണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ജാതകം നോക്കുമ്പോൾ തുലാം രാശിയിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നല്ല മാരീഡ് ലൈഫ് ആയിരിക്കില്ല. തൃപ്തി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അവരുടെ ദശ ഇപ്പോൾ രാഹുമഹാദശയുമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി പലയിടങ്ങളിൽ തീർത്ഥയാത്ര ചെയ്യുന്നു. അപ്പോൾ ഇവർ നമ്മൾ നേരിട്ട് ഗുരുവിൻ്റെ ആശ്രമത്തിൽ വെച്ച് കണ്ടപ്പോൾ ഇവരെന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടത്, എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് ചോദിച്ചില്ല ഞാൻ ഇങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഇവർ ഈ തീർത്ഥയാത്രയെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ അവർ പറഞ്ഞു. മാത്രമല്ല അവരുടെ ധനുവിൽ ഗുരു ഉണ്ടായിരുന്നു, വ്യാഴം ഉണ്ടായിരുന്നു, 6ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ. അപ്പോൾ ശരിക്കും വ്യാഴം സ്വരാശിയിലിരിക്കുമ്പോൾ നല്ലതാണ്. എന്നിരുന്നാലും 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഇവരെന്തൊക്കെയോ ചോദിക്കുന്നതിനിടയിൽ ഒറ്റൊരു കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുള്ളൂ, ഒരുപാട് ഗുരുക്കന്മാരെ കാണരുത്. അതായത് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഗുരുവായിട്ട്. വളരെ നല്ല സാധകയാണ്, വളരെ നല്ല രീതിയിൽ വളരെ നിഷ്ഠയോട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുമുണ്ട്. പക്ഷേ ആ ഒരു തത്വത്തെ, ആ ഒരു പ്രസാദമുണ്ടല്ലോ ഭഗവതിയുടെ, ഞങ്ങളുടെ ദേവി ആരാധന തന്നെയാണ്. പക്ഷെ അവർക്ക് അതിന് മുന്നേയും കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ ഗുരുക്കന്മാരെ കിട്ടിയിട്ട്. പക്ഷേ എന്നാലും ആ തത്വം അറിഞ്ഞിട്ടില്ല, ആ ഒരു പ്രത്യക്ഷ അനുഭവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പക്ഷേ ഈ തുലാം രാശിയിൽ ഈ 2 ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വ അവിടെ ഇരിക്കുന്നു. അതായത് ശരിക്കും തുലാം രാശിയിലെ ചൊവ്വ, ശനി എന്നൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുക, കുറച്ചുകൂടി ഉഗ്രതയായിരിക്കും. ചൊവ്വ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഉഗ്രതയുണ്ടാവും. അതായത് നോർമൽ വിരക്തി ആയിരിക്കില്ല, നോർമൽ വൈരാഗ്യമായിരിക്കില്ല, വേറൊരു തരത്തിലാണ്. അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കങ്ങനെ ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. സംസാരിച്ച് വരുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ
ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബ്രഹ്മചര്യമാണ് ഇതിനൊക്കെ ഒരു ഇത്. ബ്രഹ്മചര്യം ഉണ്ടായത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രീരാമകൃഷ്ണ മഠത്തിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടുണ്ട്. എവിടെയോ അവർ ആന്ധ്രാപ്രദേശുകാരാണ്. അപ്പോൾ എവിടെ നിന്നാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സമയം, അതായത് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ ഒരു സമയത്തിന് ശേഷം ബ്രഹ്മചര്യം സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സമയത്തിന് ശേഷം ഞങ്ങൾ ബ്രഹ്മചര്യം സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ പറയാനുള്ള കാര്യം, അങ്ങനെ രാഹു മഹാദശയാണ്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞത് ചൊവ്വയുടെ മഹാദശയാണ്. അപ്പോൾ ഈ സമയത്തൊന്നും ഇവർക്ക് കലഹങ്ങളോ പ്രശ്നങ്ങളോ ഡിവോഴ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് അവിടെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം. അപ്പോൾ ആ ഗുരുകൃപ എന്നത്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്കുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. ഒരു കാര്യം, ആ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ സ്കാറ്റേർഡായി പോകരുത് എനർജി. ആകെ കൂടി ശരിക്കും ഒരു സ്ഥലത്തും ഫിക്സ് ആവുന്നില്ല, പലതരത്തിലാണ്. അപ്പോൾ ഇപ്പം ഇത് ചെയ്യുന്നില്ലേ ശ്രീവിദ്യ? അപ്പം ഒരു സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ തത്വത്തെ അറിയൂ. എന്താണ് ആ തത്വം എന്നത് അറിയാൻ ശ്രമിക്കൂ. ചോദ്യം മുഴുവൻ ആധ്യാത്മിക തലത്തിലുള്ളതായിരുന്നു അവരുടേത്. ആ ഒരു തത്വത്തെ അറിയാൻ ശ്രമിക്കണം. പലതരത്തിലാവുമ്പോൾ ശരിക്കും അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വീണ്ടും വരാം. അത് ഇഷ്ടമുള്ളവർ കേൾക്കണം. നിങ്ങൾക്കത് ഉപകാരപ്രദമാകും, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉപകാരപ്രദമാകും. അപ്പോൾ ഭഗവതിയുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ, മാഘ നവരാത്രി വരുമ്പോൾ നിഷ്ഠയോടുകൂടിയിരിക്കുക, ഗുപ്തമായി വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക, ഒരാളിലും തെറ്റ് കണ്ടെത്താതിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്കനുസരിച്ചിട്ടുള്ള ഗുരുക്കന്മാർ കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സ്വഭാവത്തിനോ സംസാരത്തിനോ നമ്മുടെ ചിന്തകൾക്കോ ഒന്നും മാറ്റം വരുന്നില്ലെങ്കിൽ, ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലും മാറ്റം വരുന്നില്ലെങ്കിൽ, നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മാറുന്നതായിട്ട് കാണാം. നേരത്തെ നിങ്ങളോട് നല്ലതല്ലാതിരുന്ന നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അവർ നന്നായിട്ട് വരുന്നതായിട്ട് കാണാം. സന്താനങ്ങൾക്ക് ഉയർച്ച വരുന്നതായിട്ട് കാണാം. പലതരത്തിൽ ദേവീ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും തരും. ദേവീ ആരാധകർ, ആ ആരാധന എവിടെയുണ്ടോ അവിടേക്ക് ലക്ഷ്മി വരുന്നതാണ്. അവർക്കൊരിക്കലും ഒരു ഐശ്വര്യത്തിനോ ഒന്നിനും കുറവുണ്ടാവില്ല. ഐശ്വര്യം ഉണ്ടാകും, ധനമുണ്ടാകും, എല്ലാം ആവശ്യത്തിനാണെന്നേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് എപ്പോഴും അതിയായിട്ട് വേണം, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നടന്നു പോകും. അതാണ് ദേവി ആരാധനയുടെ പ്രത്യേകത. എല്ലാവരും ദേവി ആരാധന ചെയ്യുന്നതും അതുകൊണ്ടാണ്. എല്ലാവരും നവരാത്രി വ്രതങ്ങൾ എടുക്കുന്നതും നവരാത്രിയിൽ നിഷ്ഠയോടുകൂടി ഇരിക്കുന്നതും എല്ലാവർക്കും ഐശ്വര്യം വേണം ജീവിതത്തിൽ, എല്ലാവർക്കും ധനവും സമ്പത്തും വേണം. അതുകൊണ്ടാണ് ദേവി ആരാധനയ്ക്ക് ഇത്രയും പ്രാധാന്യം കലിയുഗത്തിൽ. എല്ലാവരും മോക്ഷത്തിനോ ദേവിയെ പ്രത്യക്ഷത്തിൽ കാണാനോ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ദേവിയുടെ ഒരു കൃപയുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലെ സുഖം, എത്ര മോശം ജാതകമാണെങ്കിലും വിവാഹ ജീവിതത്തിലെ സുഖം, അതുപോലെ എന്താ പറയുക, കുട്ടികളുടെ കാര്യം, സന്താനങ്ങളുണ്ടാവാൻ, ഇതൊക്കെ, അതുപോലെ കല, എന്താ പറയുക, പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് ആ ഐശ്വര്യം എന്നത്, അതിലൊക്കെ ദേവിയുടെ ആരാധന മുഖ്യമാണ്. അപ്പോൾ ഈ നവരാത്രികൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതൊന്നാമത് രഹസ്യമാക്കി വയ്ക്കുക. അതായത് നമുക്കങ്ങനെ ഒരുപാട് അതിന് സ്ട്രെസ്സ് കൊടുത്ത് പറയണ്ട. അതും നമ്മുടെ ഒരു അഹംഭാവമായിട്ട് വരും. ഞാൻ ഇന്നത് ചെയ്യുന്നു, അപ്പം ഞാൻ എന്നൊരു ഭാവം അവിടെ വന്നു. നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക, ആ ഒരു തരത്തിൽ വേണം. അതായത് എനിക്കിത് ചെയ്യാനുള്ള ശക്തി തരുന്നത് ഉള്ളിലുള്ള ശക്തിയല്ലേ, ഉള്ളിൽ ശക്തിയായിട്ടിരിക്കുന്നത് ഭഗവതിയല്ലേ. അപ്പോൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജാതകത്തിനനുസരിച്ചിട്ട് ഗുരു വരുമ്പോൾ, ഈ ഗുരു എന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കുക, എന്താ പറയുക, നമ്മുടെ കർമ്മഫലമായിട്ടാണ് അത് അങ്ങനെ വന്നത് എന്നത്. അപ്പോൾ പലതരത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കലിയുഗത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നമ്മളെ മാറ്റാൻ കഴിയുന്ന ഒരാൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കലിയുഗത്തിൽ. അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണത്. കലിയുഗത്തിൽ എല്ലാത്തിലും ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകും, രാഹുവിൻ്റെ പ്രഭാവമൊക്കെ ഉണ്ടാകും എല്ലാത്തിലും. അതുകൊണ്ട് നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് നമ്മൾ
ആ കിട്ടിയ മന്ത്രം അത് ഫോളോ ചെയ്യുക. ഒരുപാട് അറ്റാച്ച്മെൻറ്റിന് പോകണ്ട, ഒരുപാട് പ്രതീക്ഷകളും വേണ്ട, എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരും അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദേവതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വൈഫൈ പാസ്വേഡ് കിട്ടിയ പോലെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിലങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ നമ്മളെ ആ ദൈവം ആരുടെ മന്ത്രമാണ് കിട്ടിയത്, അപ്പോൾ നമുക്ക് എപ്പോഴും ആദ്യം ഗുരു ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ഗുരുമന്ത്രമാണ്. അപ്പോൾ ആ ഗുരുമന്ത്രം സേവനം ചെയ്യുന്നത് തന്നെ, ആ ഗുരുമന്ത്രത്തെ സേവിക്കുക എന്ന് വെച്ചാൽ ഗുരുമന്ത്രം ജപിക്കുന്നത് തന്നെ നമുക്ക് ഒരുപാട് ഉയർച്ച തരും. ഒരുപാട് പലരും ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ ഗുരുമന്ത്രം അധികം ജപിക്കാറില്ല. ബാക്കി ദേവതകളുടെയൊക്കെ കിട്ടും, അതൊക്കെ ജപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഗുരുമന്ത്രമാണ്, അതിലാണ് എസൻസ് ഉള്ളത്. നമ്മുടെ ഭാഗ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന മന്ത്രമാണ് ഗുരുമന്ത്രം. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞു തരുമ്പോഴും അത് ഗുരുമന്ത്രമൊക്കെ ചിലപ്പോൾ വലുതായിരിക്കും, മിക്കവാറും അത് വലുതാണ്. അപ്പോൾ അത് കുറച്ച് മടിയാണ്. കാരണം അതൊരു മാല ചൊല്ലാൻ തന്നെ ചിലപ്പോൾ 30-40 മിനിറ്റ് എടുത്തു എന്ന് വരും, ഒരു മാല 108 തവണ ചൊല്ലാനായിട്ട്. അതേസമയം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രമൊക്കെ 8 മിനിറ്റ് കൊണ്ട് ഒരു മാല ജപിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എളുപ്പമാണ്. പിന്നെ രാമനാമം രാധാനാമം ഒക്കെ ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് ടൈമിലാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ മടി പിടിക്കുകയും ചെയ്യും. പക്ഷേ ഗുരു ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സറണ്ടർ ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നിങ്ങളുടെ ഒരു അവകാശമാണ് എന്നുള്ള രീതിയിൽ ഭഗവാനോട് ചോദിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണനോട്, മഹാദേവനോട് ചോദിക്കാം. പക്ഷെ അതിനായിട്ട് നിങ്ങൾ തപം ചെയ്യണം, എന്നാലേ അദ്ദേഹം മറുപടി തരുകയുള്ളൂ. അതായത് നമുക്ക് എളുപ്പത്തിൽ വിധിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് തപം ചെയ്തേ പറ്റും. ഞാനത് പലരോടും പറയുന്നതാണ്. ധ്രുവൻ, ചെറിയ കുട്ടിയായിട്ട് ധ്രുവൻ മഹാവിഷ്ണുവിനെ തപം ചെയ്തിട്ടാണ്, കാട്ടിൽ പോയി തപം ചെയ്തിട്ടാണ് മഹാവിഷ്ണു അദ്ദേഹത്തിന് രാജ്യം വരെ കൊടുത്തത്. അതായത് ഒരു ബാലകന് പോലും തപം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വിധിച്ചിട്ടില്ലാത്തതാണ്. അതേസമയം ഒരു ഭക്തൻ്റെ കാര്യമാണെങ്കിൽ ആ ഭക്തന് ഭഗവാൻ എപ്പോഴും ഒറ്റ ആഗ്രഹമേ ഉണ്ടാവുള്ളൂ. ഭക്തൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യുന്നതാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് ഒരു ഭക്തൻ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തൻ പറയുകയാണ്, എന്തെങ്കിലും ഒരു നഷ്ടം ജീവിതത്തിൽ വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആശിച്ചൊരു സാധനം കിട്ടിയില്ല. അപ്പോൾ എന്നാലും ഞാൻ നിൻ്റെ ഭക്തനല്ലേ, ഞാൻ എപ്പോഴും നിന്നെ വന്ന് തൊഴുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോഴും അവിടെ നമ്മുടെ ഒരു സ്വാർത്ഥത വന്നു. ഭക്തൻ എന്ന് പറയുന്നതിന് ഭഗവാനെ സേവിക്കാൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നൊരു വ്യഗ്രത നമുക്കുണ്ടാകും. അത് ഏത് പ്രായത്തിൽ നിങ്ങൾ നിൽക്കുന്നു എന്നതിനനുസരിച്ച് മനസ്സിലാക്കാം. ചെറിയ പ്രായത്തിലാണെങ്കിൽ അങ്ങനെയാണ്. നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു, ഒരു കൂട്ടുകാരൻ, ഒരു ബന്ധം ജീവിതത്തിലേക്ക് വന്നാൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിക്കൊടുക്കുക, ആ വ്യക്തിക്ക് ഞാൻ എന്തിട്ടാലാണോ ഇഷ്ടം അങ്ങനെ നമ്മൾ വസ്ത്രം ധരിക്കുക. അതായത് ആ വ്യക്തിയുടെ പ്രീതി, ആ വ്യക്തിയുടെ സന്തോഷം എന്നത് നമുക്ക് വലിയൊരു പ്രയോറിറ്റി ആയിരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ അവരുടെ ഇഷ്ടദൈവത്തിൻ്റെ ഇതുപോലെ ദാസനായിരുന്നാൽ, കൂടാതെ ഭഗവാൻ വൃത്രാസുരൻ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാന്റെ ദാസന്മാരുടെ ദാസനായിട്ടിരുന്നാൽ മതി. കാരണം ഭഗവാൻ അവിടെ ഉണ്ടാവും, അവരുടെയൊക്കെ കൂടെ ഭഗവാൻ ഉണ്ടാവും. അവിടെ നിന്നാണ് ഏറ്റവും അധികം കൃപ കിട്ടുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വൃത്രാസുരൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഭഗവത് പ്രീതിക്കായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മുടെ നിഷ്ഠ എങ്ങനെയാണ്, അതുപോലെ നീ എന്തു തന്നാലും എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ പ്രാരാബ്ധമല്ലേ കഴിഞ്ഞു പോയത്. ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയി, മകനെ നഷ്ടപ്പെട്ടു, മകളെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മകൻ ഉപേക്ഷിച്ചു, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ആ വ്യക്തിയുമായിട്ടുള്ള പ്രാരാബ്ധം ഈ ജന്മത്തിൽ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ജന്മങ്ങളിലേക്ക് അത് നീണ്ടു പോകുന്നില്ലല്ലോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരേണ്ടതാണ്. അതായത് ഭക്തൻ എപ്പോഴും ഭഗവാനെ സേവിക്കാനായിട്ട് തൽപരനായിരിക്കണം. അപ്പോൾ അതായത് നിങ്ങൾ കൃഷ്ണഭക്തനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിഷ്ഠയുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഉണ്ണിക്കണ്ണനെയാണ്, ചെറിയ കൃഷ്ണനെയാണ് എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, മീനിങ് നിങ്ങളുടെ വീട്ടിൽ പൂജാ റൂമിലുള്ളത് എന്ന് വിചാരിക്കുക.
അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു ബാലഗോപാലനായിട്ട് ഉണ്ണിയായിട്ട് കാണുകയാണെന്ന് വിചാരിക്കുക. ഈ ഉണ്ണിയെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്യുന്നു? നമ്മൾ ആവശ്യം പറയുന്നില്ലേ, എനിക്ക് ഇന്നടുത്ത് ഇന്നതുപോലെയൊക്കെ വേണം, ജോലി വേണം, എൻ്റെ കല്യാണം നടക്കണം, എന്തെങ്കിലും ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണം, എന്തെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നില്ലേ? അപ്പോൾ ആവശ്യപ്പെടാം, തീർച്ചയായിട്ടും. നമ്മൾ ആരോടാണ് ആവശ്യപ്പെടേണ്ടത്? നമ്മുടെ പരംപിതാവിനോട് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് നമുക്ക് അധികാരവും. ദേവി ഭക്തരാണെങ്കിൽ ദേവിയോട്, മഹാദേവ ഭക്തന്മാരാണെങ്കിൽ മഹാദേവനോട്. ആരാണെന്ന് വെച്ചാൽ ഇതിൽ അടിപിടി കൂടേണ്ട ആവശ്യമില്ല. ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊന്നാണെന്നുള്ളത്. അതിന് ഒരുപാട് തപോബലം വേണം, സാധന വേണം. ഇവരൊന്നാണെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ആവർത്തിച്ച് പറയുകയാണ്, മീനം, ധനു, 5-ാം ഭാവം, 12-ാം ഭാവം, നിങ്ങളുടെ 9-ാം ഭാവം, വ്യാഴം, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലും ഈ പറയുന്ന ഗ്രഹങ്ങൾക്കും ഈ പറയുന്ന ഭാവങ്ങളിലെ അധിപന്മാർക്കൊക്കെ പാപത്വമുണ്ടെങ്കിൽ ഇത് കുറച്ച് വിഷമമായിരിക്കും. എന്നാലും തപം കൊണ്ടെല്ലാം, തപം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തരും കാര്യങ്ങൾ. ഇന്നത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാതിരുന്നത്, പക്ഷെ തത്വം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും നമുക്ക്. പക്ഷെ അതിന് നമ്മൾ ഈ ധ്രുവൻ ചെയ്തതുപോലെ നമ്മളും തപം ചെയ്യണം. അത് ഗുരുവില്ലെങ്കിലും നിങ്ങൾക്ക് നാമജപം ചെയ്യാം, പക്ഷെ അതിന് നിഷ്ഠ വേണം. അതുപോലെ തന്നെ ഈ ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? രാവിലെ ഈ ഉണ്ണിയെ വിളിച്ചുണർത്തി ഒരല്പം നിങ്ങൾ ഫ്രഷായ ശേഷം ഒരല്പം ജലാഭിഷേകം ചെയ്യുന്നുണ്ടോ? സ്നാനം ചെയ്യിക്കുന്നുണ്ടോ? ആ ചരണാമൃതം നിങ്ങൾ സേവിക്കുന്നുണ്ടോ? ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യം, അതായത് എന്താ പറയുക, വിളക്ക് കത്തിച്ച് വയ്ക്കുക, നൈവേദ്യം കൊടുക്കുക, പൂവ്, പുഷ്പം, ചന്ദനം, ഇതൊക്കെ ഭഗവാൻ അണിയിച്ചു കൊടുക്കുന്നുണ്ടോ? അതായത് പൂജ ചെയ്യുന്നുണ്ടോ? ഒരു തരത്തിൽ നമുക്കറിയാവുന്ന പോലെ. കാരണം നമ്മുടെ പരംപിതാവാണ് അവിടെ ബാലകൻ്റെ രൂപത്തിലിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ടോ? ഇതന്നെ ദേവിയോടും നിങ്ങൾ സേവ ചെയ്യുന്നുണ്ടോ? ഭഗവതി നിങ്ങൾക്ക് എന്തിനു തരണം? നിങ്ങൾ തപം ചെയ്യാതെ, നിങ്ങൾ നാമജപങ്ങൾ ചെയ്യാതെ, നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാതെ ഭഗവതി നിങ്ങൾക്ക് എന്തിനു തരണം? ഭഗവതിയെ സേവിക്കുന്നവന് തന്നെ പാപങ്ങൾ അധികമുണ്ടെങ്കിൽ ആ പ്രാരാബ്ധങ്ങൾ നഷ്ടപ്പെടുത്താനുള്ള കഷ്ടങ്ങളാണ് ആദ്യം വരുന്നത്. അതിനെയാണ് ആൾക്കാർ ചക്ര ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നത്. ഓരോ ചക്രമായിട്ട് ഗുരുവിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഓരോ ചക്രത്തിൻ്റെ ക്ലെൻസിങ് നടക്കും. മൂലാധാരം, സ്വാധിഷ്ഠാനം, അങ്ങനെ ഓരോ ചക്രത്തിൻ്റെയും. പക്ഷേ ഗുരു മന്ത്രമുണ്ടെങ്കിലേ അത് നടക്കൂ. വെറുതെ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് എവിടെയെങ്കിലും വായിച്ചിട്ടും കേട്ടിട്ടും വെറുതെ കേട്ടാൽ ഇത് എന്താ പറയുക, അതിലുള്ള കർമ്മഫലങ്ങൾ പോവില്ല. അത് ഈ പറഞ്ഞ വാക്യത്തിന് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. മീനിങ് അത് ഞാൻ ഫ്രെയിം ചെയ്തത് ശരിയാവുമെന്ന് അറിയില്ല എനിക്ക്. പക്ഷെ ഞാൻ പറയുകയാണ്, ഓരോ ചക്രത്തിലും ഓരോ പൂർവ്വജന്മ കർമ്മഫലങ്ങളുണ്ട്, അനേകം ജന്മങ്ങളിലേത്. അതിലേറ്റവും ടഫാണ് മൂലാധാരം. അവിടെയാണ് ഗണപതി ഭഗവാന്റെ അഥർവശേഷത്തിലും ത്വം മൂലാധാര സ്ഥിതോസി നിത്യം എന്ന് പറയുന്നത്. ഇത് തന്നെ കാളി മൂലാധാരത്തിലാണെന്ന്. ശരിക്കും അതുകൊണ്ടാണ് ഇവരുടെ ആരാധന എന്നത് നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മഫലങ്ങൾ കുറച്ച് ടഫാണെങ്കിൽ ഇവരുടെ സാധന എന്ന് പറയുന്നത് വലിയ ടഫായിരിക്കും, വലിയ ടഫാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ എന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല. ഇനി എന്ത് വന്നാലും ഞാനിത് ഉപേക്ഷിക്കില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇത് ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ പ്രാരാബ്ധം, അത് ആ ഒരു കഷ്ടം വലിയൊരു കഷ്ടമാണ്. ഇനിയും നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള ഒരു തരത്തിലുള്ള ഭയം, ഉത്കണ്ഠ, അതായത് ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതുപോലെ നാനാവിധ നെഗറ്റീവ് ഇമോഷൻസ്, ഇതെല്ലാം ഈ ഗുരു ഉപദേശിച്ച അത്രയും കാലം സാധന ചെയ്യുമ്പോൾ ഈ ത്യാഗങ്ങളും ഈ കഷ്ടങ്ങളും ഈ സാധനാ കാലങ്ങളിൽ വന്നു ചേരുമ്പോൾ അത്രയും ഒരുപാട് കാലം അനുഭവിക്കേണ്ടതാണ് ഇത്രയും കുറഞ്ഞ സമയത്തിൽ അലിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിന് മന്ത്രം തന്നെ വേണം. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കണം എന്ന് പറയുന്നത്, ഈ പ്രാരാബ്ധങ്ങൾ കുറയാൻ. അപ്പോൾ അതില്ലാത്തവർക്ക് ഒന്നുകിൽ ഭഗവാനോട് ഇതുപോലെ സ്വയം നിഷ്ഠയെടുക്കുക, സ്വയം സങ്കല്പം എടുത്തിട്ട് സ്വയം പറയുക, നോക്കൂ ഭഗവാനെ, ഞാൻ രജോ തമോ സതോ ഗുണമുള്ള ഒരാളാണ്, എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, എന്നെ സൃഷ്ടിച്ചത് നീയാണ്, അതുപോലെ എനിക്കൊന്നും അറിയില്ല, ഞാൻ 9 മാസം അമ്മയുടെ വയറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യം അതുവരെ എനിക്കറിയില്ല,
അതുപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിനിഞ്ഞാന്ന് എന്താണ് കഴിച്ചതെന്ന് പോലും ഓർമ്മയില്ലാത്ത ആളാണ് ഞാൻ. അത്ര മാത്രമേ എൻ്റെ ബുദ്ധിയുള്ളൂ. ഇങ്ങനെയുള്ളൊരു പതിതനാണ് ഞാൻ, അധമനാണ് ഞാൻ. പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമാണ്, ഒരു ഗുരു വേണം ഈ സംസാര സാഗരം കടക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങയുടെ തത്വം അറിയാനായിട്ട്. ഞാൻ നാനാവിധ സംശയങ്ങളിലും പെട്ട് പല ആൾക്കാരുടെ ഒരു പ്രഭാവത്തിലും പെട്ടിരിക്കുകയാണ്. എല്ലാത്തിലും നീ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു, എല്ലാവരിലും നീ വസിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നു. ഭഗവതിയുടെ കാര്യമാണെങ്കിലും എല്ലാവരിലും ദേവി ചൈതന്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തത്വം ഒന്നാണ്. ഞാനിങ്ങനെ കമ്പൈൻ ചെയ്ത് പറയുകയാണ്. പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് അറിയാനും കഴിയുന്നില്ല. അത് പറഞ്ഞു തരാൻ ഗുരുവിന് കഴിയുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനൊരു ഗുരുവിനെ എനിക്ക് കിട്ടുന്നുമില്ല. ഞാൻ കാണുന്നവരിൽ നിന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. എൻ്റെ ആ ഒരു ബ്ലോക്കേജസ് എന്താണ്? എനിക്ക് പൂർവ്വജന്മ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാൻ ശിവൻ്റെ ക്ഷമാപരാധ സ്തോത്രമുണ്ട്, ദേവിയുടെ ക്ഷമാപരാധ സ്തോത്രമുണ്ട്, ഇതൊക്കെ ചൊല്ലുന്നത്. പക്ഷെ അതുമൊക്കെ ഒരു ഗുരു പറഞ്ഞിട്ട് ചൊല്ലുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ, അവനവൻ്റെ ഭാഷയിൽ ഭഗവാനോട് സംസാരിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള എന്നെ ഉയർത്താൻ നിനക്കല്ലേ കഴിയൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു സങ്കല്പം എടുത്ത്, അതാണ് പറയുന്നത്, അവിടെ നമ്മൾ തപം ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തിനാണ് ഭഗവാൻ ഉത്തരം തരുന്നത്? അനേകം ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ ചെയ്തത് ഈ ആത്മാവ് തന്നെയാണ്. ഈ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ വന്നു അത് നമ്മൾ ചെയ്തതാണ്, നമ്മൾ തന്നെ അനുഭവിക്കുന്നു. അപ്പോൾ അത് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു സങ്കല്പം എടുക്കുക. അതിലൊന്നാണ് ഈ നവരാത്രികൾ. അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർഷത്തിലെ 4 നവരാത്രികൾ, നിങ്ങൾ മഹാദേവൻ്റെ ഭക്തനാണെങ്കിലും ഗണപതി ഭഗവാന്റെ ഭക്തനാണെങ്കിലും ദേവിയുടെ ഭക്തന്മാരാണെങ്കിലും ആരാണെങ്കിലും, മുരുകൻ്റെ ആരാണെങ്കിലും, നിങ്ങൾക്ക് ഈ 4 നവരാത്രികളും നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഉപാസിക്കൂ. കാരണം അത് ആ രാത്രികളുടെ എനർജിയാണ്. ഇവിടെ ഈ രാത്രിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് കഴിയുന്നതും രാത്രി കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നവരാത്രി ദിവസം എങ്ങനെയെങ്കിലും ആ ഒരു സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ ഒരു 9:30 ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നിർത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക. ആ രാത്രിയെങ്കിലും നിങ്ങൾക്കൊരു 2 മണിക്കൂർ കിട്ടണം. പിന്നെ ഉറക്കം വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മിഡ്നൈറ്റ് വളരെ നല്ല ടൈമാണ്. അതിൻ്റെ പവറൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രാരാബ്ധങ്ങൾ കുറയുന്നതിൻ്റെ അനുഭവം വരും. അതായത് പെട്ടെന്നായിരിക്കും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത്, ആ ഒരു എനർജി നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതായിരിക്കും. ഒരു ചെറിയ കലഹം വരിക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരിക, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മളോട് വന്ന് പറയുക. അതായത് ഒരു വ്യക്തി, നമ്മൾ ഒരുപാട് സേവിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ പെട്ടെന്ന് ആ വ്യക്തി വന്നിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം വരും. അത് ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ മകനായിരിക്കാം, ചെറിയ പ്രായത്തിലുള്ള ഒരു മകനോ മകളോ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടി ആര് പറഞ്ഞു കൊടുത്തിട്ടാണെന്നത്. അതായത് പല അമ്മമാരും പറയുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ പ്രാരാബ്ധം പോകുന്നതാണ്. അപ്പോൾ ഭഗവതിയോട് എപ്പോഴും നിങ്ങൾ സാധനകൾ ചെയ്യുന്നതിന് മുന്നേ പറയണം, എനിക്ക് ശക്തി തരണം, എനിക്ക് ക്രോധം വരരുത്. ക്രോധം വന്നു കഴിഞ്ഞാലും കാമവും ക്രോധവും, ഒരുപാട് കാമവാസനയും എപ്പോഴാണോ നിങ്ങൾ തപം ചെയ്യാൻ, ഇപ്പം ഞാനൊരു നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കാം, എന്തുകൊണ്ട് എനിക്ക് ഗുരു ലഭിച്ചില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഗുരു വേണം. അപ്പം ഞാൻ 100 ദിവസത്തേക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അങ്ങയുടെ നാമം ജപിക്കാൻ പോവുകയാണ്, ദിവസവും ക്ഷേത്രം സന്ദർശിക്കും. ഇങ്ങനെയുള്ള എന്ത് സങ്കല്പവും നിങ്ങൾ എടുക്കുമ്പോൾ, അതുപോലെ നവരാത്രി കാലങ്ങളിലും എന്തും ഇത്ര ദിവസങ്ങളിലേക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കാമം, ക്രോധം, അതിലൂടെ നമ്മുടെ എനർജി വേസ്റ്റ് ആവും. അതുകൊണ്ട് വെറുതെ ആൾക്കാരോട് കലഹിക്കാൻ നിൽക്കേണ്ട. കുറേ അപമാനങ്ങൾ അങ്ങനെ സഹിക്കാൻ പഠിക്കുക. അങ്ങനെ സഹിക്കുക, അതിനൊന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ വീട്ടുകാരായിരിക്കും, ഇത് മാക്സിമം വീട്ടുകാരുടെ അടുത്ത് നിന്നാണ് വരിക. കാരണം നമ്മൾ ചെയ്യുന്നത് അവരല്ലേ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എന്തായാലും വരും. അതുകൊണ്ട് ഞാനിത് നേരത്തെ പറഞ്ഞു തരുന്നത്, ഈ ഡേറ്റ് കുറച്ചുകൂടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സമയം കിട്ടും. പിന്നെ ഇത് ദേവി ഭക്തന്മാർക്കും ഇങ്ങനെ എന്താ പറയുക, വിശ്വാസമുള്ളവർക്ക് ആർക്കും ചെയ്യാവുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. നവരാത്രികളൊക്കെ കൃഷ്ണഭക്തരും ഒക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് കൃഷ്ണഭക്തർ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ദേവിയോട്, എനിക്ക് ഇനിയും ഭക്തി വേണം, ഇനിയും എനിക്ക് എൻ്റെ ഭഗവാനെ അറിയാനുള്ള അവസരങ്ങൾ വരണം,
ഇനിയും ഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയണം. ഒരിക്കലും ഒരു ജന്മത്തിലും എൻ്റെ ഇഷ്ടദൈവത്തെ ഞാൻ മറന്നു പോകരുത്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ദേവിയോട് ചോദിക്കുകയാണ് കൃഷ്ണഭക്തർ. മഹാദേവൻ്റെ കാര്യമാണെങ്കിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവരോട്. കാരണം അവരുടെ അംശമാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഞാൻ അവർ എന്ന് പറയുന്നത് പല ഭക്തന്മാരും കേൾക്കുന്നതുകൊണ്ടാണ്. ഇത് കോമൺ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ ശ്രീകൃഷ്ണ ഭക്തൻ, ഞാൻ മഹാദേവ ഭക്തൻ, ഞാൻ ഗണപതി ഭഗവാൻ, മുരുകൻ, അങ്ങനെ ഞാൻ എന്തിന് ദേവിയുടെ സാധന ചെയ്യണം അങ്ങനെ വിചാരിക്കേണ്ട. ദേവി പ്രകൃതിയാണ്, അന്നം തരുന്നതാണ്. അതുപോലെ എന്താ പറയുക, വിഷ്ണുവിൻ്റെ മായയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത. അതായത് ഒരു മഹാമായയുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അത് ദേവിയാണ്. നമ്മുടെ ബുദ്ധിയെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന ആളാണ് ഭഗവതി. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് പറയില്ലേ. അപ്പോൾ ദേവിയുടെ ആരാധന കുറച്ച് ടഫാണ് എപ്പോഴും. എത്രമാത്രം നമുക്ക് ആദ്യം തോന്നും വലിയ വലിയ അനുഭവങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഡീപ്പായിട്ട് കിടക്കുമ്പോഴത്തേക്കും ദേവിയുടെ ആരാധന ടഫായി വരും. അത് പരീക്ഷണമാണ്. ഇവരെവിടെ വരെ എത്തുന്നു എന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ശ്ലോകങ്ങൾ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ദേവി മാഹാത്മ്യം എൻ്റെ കയ്യിൽ എടുത്തു വച്ചിട്ടുണ്ട്. കയ്യിലങ്ങനെ പിടിക്കരുത്, അത് ഗ്രന്ഥം വയ്ക്കുന്നൊരു സ്റ്റാൻഡുണ്ട്, അതിലാണ് വയ്ക്കാറ്. അതായത് ദേവി അഥർവശീർഷം ഉണ്ടല്ലോ, അതിൽ ദേവി പറയുന്നത് എന്താണ്? അഹമാനന്ദാനന്ദവും, ഞാൻ ആനന്ദവുമാണ്, അതുപോലെ ഞാൻ എല്ലാത്തിലുമുണ്ട്, ആനന്ദത്തിലുമുണ്ട്, ആനന്ദമല്ലാത്ത അവസ്ഥയിലും ഞാനുണ്ട്. അതുപോലെ തന്നെ അഹം വിജ്ഞാനേ, അതായത് ഞാൻ വിജ്ഞാനവുമാണ്, ഞാൻ അവിജ്ഞാനവുമാണ്. അതുപോലെ അടുത്ത ലൈൻ നോക്കിയാൽ എന്താ പറയുക, വേദോഹമവേദോഹം, വിദ്യാഹമവിദ്യാഹം. അങ്ങനെ ദേവി ഓരോന്നിലും എന്തിലൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്ന എന്തൊക്കെ കാര്യങ്ങൾ, അതിലൊക്കെയും ദേവി ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, അങ്ങനെ ഒരു തത്വത്തെയാണ് നമ്മൾ നവരാത്രിയിൽ പൂജിക്കുന്നത്. വിദ്യയുമാണ് ദേവി, ഒരേ സമയം അവിദ്യയുമാണ് ഒരേ സമയം. ഇത് രണ്ടും ദേവി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തത്വത്തെ നമ്മൾ പൂജിക്കുമ്പോൾ അത് കുറച്ച് ടഫാണ്. കാരണം ഈ പറയുന്ന തത്വം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആക്ടിവേറ്റ് ആവുന്നതാണ്. നമ്മുടെ ഉള്ളിലെ വിദ്യയും നമ്മുടെ അവിദ്യയും നമ്മുടെ ജ്ഞാനവും നമ്മുടെ അജ്ഞാനവും ഒക്കെ ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബുദ്ധിയില്ല, അത് എന്താ പറയുക, അതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. പക്ഷേ തപോബലം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരശീലം, നമ്മുടെ ബ്രഹ്മചര്യം, കൂടാതെ തീർത്ഥയാത്രകൾ, നാമജപങ്ങൾ, മന്ത്രജപങ്ങൾ, പിന്നെ എപ്പോഴും ഒരു ശരണാഗതരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം കൊണ്ട് നമുക്ക് ദേവിയുടെ തത്വത്തെ അറിയാൻ കഴിയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രാണൻ എന്നത് വലിയ കാര്യമാണ്. കാരണം എത്ര സമയം നമുക്ക് മൂക്കും വായും പൊത്തിപ്പിടിച്ചിരിക്കാൻ പറ്റും? നമുക്ക് പ്രാണവായു ഇല്ലാതെ പറ്റുമോ? അപ്പോൾ നമ്മുടെ പ്രാണൻ എന്നത്, ജീവൻ എന്നത് നമുക്കത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവം എന്നത് നിങ്ങളുടെ പ്രാണനായിരിക്കണം, നിങ്ങളുടെ ഒരു ജീവനായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ കൃഷ്ണഭക്തരാണെങ്കിൽ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്, പക്ഷെ കൃഷ്ണനെ നിങ്ങൾ സേവിക്കുന്നുണ്ടോ? ആവശ്യങ്ങൾ പറയുമ്പോൾ തരാനുള്ള, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാനുള്ള ഒരു ഉപകരണമാണോ? നമ്മുടെ പിതാവാണ്, നമുക്ക് എന്തു ആവശ്യപ്പെടാം. പക്ഷെ നമ്മൾ അത്തരം പുണ്യങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്കത് ചോദിക്കാനുള്ള അധികാരവുമില്ല. നമ്മൾ അത്തരം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലമായിട്ട് നമുക്ക് പലതും നമ്മുടെ മുന്നിലുണ്ട് താനും. നമ്മളതിന് നന്ദി പറയുന്നില്ല. ഈ പറയുന്നത് പോലെ ശുദ്ധവായു, വിദ്യാഭ്യാസം, ജലം, ആഹാരം, ഒരു വീട്, ജോലി, നമുക്ക് നന്ദി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പ്രാണന്, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇഷ്ടദൈവം എന്നത് നിങ്ങളുടെ പ്രാണനായിരിക്കണം. അതിനെ നിങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സേവിക്കുകയും വേണം, സേവനം ചെയ്യണം. അതായത് നിങ്ങളുടെ പ്രാണൻ അങ്ങ് പുറത്തുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരാളാണ്, നിങ്ങളുടെ പ്രാണൻ പുറത്താണെന്ന് വിചാരിക്കുക. ആ പ്രാണനെ പ്രാപിക്കാനായിട്ട് നിങ്ങൾക്കൊരു വെമ്പലുണ്ടാകണം. അതായിരിക്കണം നിങ്ങളുടെ ഇഷ്ടദൈവവും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്നത്. അപ്പോൾ
ഈ ഒരു അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ദിവ്യ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വശത്താണെങ്കിലും നിന്നെ ഞാൻ കണ്ടില്ല, നിന്റെ പ്രത്യക്ഷ ദർശനമുണ്ടായില്ല. പലതരം അനുഭവങ്ങളും തരുന്നുണ്ട്. അത് മായയാണോ, എന്നിലെ അവിദ്യയാണോ, ഒന്നും തിരിച്ചറിയാനുള്ള വിവേകവും എനിക്കില്ല. ഞാൻ ദാസനാണ്. എന്നെ ഉള്ളിൽ നീ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവും എനിക്കില്ല. ഇതിനൊക്കെ നീ തന്നെ വിചാരിക്കണം എനിക്കിത് മനസ്സിലാകണമെങ്കിൽ. അപ്പോൾ അതുപോലെ നമ്മൾ സേവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രാണനെ സേവിക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക കോൺസെപ്റ്റാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത്. പ്രാണപ്രതിഷ്ഠ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു എന്താ പറയുക, ഒരു നാട്ടിൽ എന്താ പറയുക, ഒരു സ്ഥാനദേവതയ്ക്ക്, ഒരു ഗ്രാമദേവതയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. എന്താണ് അവിടെ ശരിക്കും ആ പ്രാണപ്രതിഷ്ഠ? നിങ്ങൾ ഒരു തരത്തിൽ നമ്മൾ സാധാരണക്കാർ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രാണനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. നിങ്ങളുടെ ഒരു എല്ലാമാണ് ആ ഗ്രാമദേവത, ആ ഇഷ്ടദേവത നിങ്ങളുടെ എല്ലാമാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രാണൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അപ്പോൾ നമ്മൾ അതിന് നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ആ പ്രാണനെ നമ്മൾ എന്താ പറയുക, രാവിലെ ഇത്ര മണിക്ക് നട തുറക്കും, എന്നിട്ട് സേവിക്കും. സേവനമാണെല്ലാം, അഭിഷേകങ്ങളും മന്ത്രങ്ങൾ കൊണ്ട്, അതുപോലെ പലവിധം യന്ത്രപൂജയായാലും മുദ്രകൾ കാണിച്ചിട്ടാണെങ്കിലും അഭിഷേകങ്ങളാണെങ്കിലും നൈവേദ്യങ്ങളാണെങ്കിലും സകല വിധത്തിലും. ഇപ്പോൾ ദേവിയൊക്കെ ആണെങ്കിലും ഷോഡശോപചാര പൂജയാണ്. അപ്പോൾ അങ്ങനെ പ്രീതിപ്പെടുത്തുകയാണ്. കാരണം എന്താണ്, നമ്മുടെയൊക്കെ പ്രാണനാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഒരു നോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ നമ്മുടെ പ്രാണനാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. എൻ്റെ പ്രാണൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു, എൻ്റെ പ്രാണൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെയും സേവിക്കും. കാരണം എന്താണ്, ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രാണൻ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റുമോ? ഞാൻ തന്നെയല്ലേ അത്, എൻ്റെ അംശമല്ലേ അത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അംശമല്ലേ? അങ്ങനെ ഒരു സേവനമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്? സേവിക്കാനാണ്, പ്രസന്നതയ്ക്കാണ്, ദേവതാ പ്രീതിക്ക് വേണ്ടിയാണ്, കൃപയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ, സേവിക്കുമ്പോൾ ആ ദേവത നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മളോട് ഇങ്ങോട്ടും പ്രീതി കാണിക്കും, ഇഷ്ടം കാണിക്കും. അങ്ങനെയാണ് ഭക്തന്മാരുടെ അനുഭവങ്ങൾ കേൾക്കുന്നില്ലേ? അവരുടെ നിരന്തരം ആ ഭക്തൻ്റെ മനസ്സിൽ അവരുടെ ഈ പ്രാണനായിരിക്കും, ഈ ഇഷ്ടദൈവമായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ സദാസമയവും ആ ഇഷ്ടദൈവത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ വണ്ടി ഓടിക്കുകയായിരിക്കാം, പക്ഷേ ഉള്ളിൽ എവിടെയോ ഇടയ്ക്ക് ആ രൂപം തെളിയും, ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നാമം മനസ്സിൽ വരും. അപ്പോൾ ആ സ്മരണയിലുണ്ട്, എപ്പോഴും സ്മരണയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഇഷ്ടദൈവം ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്യും. ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്കും പറയാം എൻ്റെ പ്രാണപ്രതിഷ്ഠ എന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ പ്രാണനെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് പറയുന്നത്, എൻ്റെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠ അവിടെ നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടന്ന നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വൃത്തികേടാക്കുമോ? നിങ്ങൾ 2 നേരം കുളിക്കും, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം എൻ്റെ പ്രാണനാണ് ഉള്ളിലുള്ളത്. ആരാണ് എൻ്റെ പ്രാണൻ? എൻ്റെ ഇഷ്ടദൈവമാണ്. ഞാനും അദ്ദേഹവും ഇപ്പോൾ വിഭിന്നമല്ല, ഒന്നാണ്. ആ ഒരു എന്താ പറയുക, ഏകത്വത്തിലേക്ക് വരും. അത് വരണമെങ്കിൽ ഇത് തുടക്കത്തിലല്ല, ഇതിന് ഒരാളുടെ കീഴിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം. ആ ആളിനി എങ്ങനെയായാലും, ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള ഈ ഒരു ഡെഫിനിഷൻസ് കിട്ടാൻ കലിയുഗത്തിൽ വിഷമാണ്. ഇത്തരം ജ്ഞാനം തരുന്ന ആൾക്കാർ കുറച്ച് നിങ്ങൾക്ക് അപ്രാപ്യവുമായിരിക്കും. ഒരു പരിധിവരെ നല്ല ജ്ഞാനമുള്ള ആൾക്കാർ ഗുരുവായി മാറാൻ അങ്ങനെ തയ്യാറല്ല. അതിനായിട്ട് ദേവത ചില ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്, ഗുരു. അവർക്ക് അതിനായിട്ടുള്ള ആശ്രമങ്ങൾ, അതിനായിട്ടുള്ള എല്ലാ ടെക്നിക്കും അവർക്കറിയാം. കാരണം അവർക്ക് ശിഷ്യൻ്റെ പാപങ്ങൾ എടുക്കാൻ കഴിയും. ഒരു സാധാരണ വ്യക്തി ഒരു ഗുരുവായി മാറുമ്പോൾ അദ്ദേഹത്തിന് ഈ ശിഷ്യൻ്റെ പാപം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നത്, അത് മാനേജ് ചെയ്യാൻ കഴിയുമോ? അത്ര ബലമുണ്ടോ അദ്ദേഹത്തിന്? കാരണം ഗുരു കൃപ എന്ന് പറയുമ്പോൾ എന്താണ് കൃപ എന്ന് പറയുന്നത്? കൃപാദൃഷ്ടിയിൽ ഇതുണ്ട്. നമ്മളോട് അങ്ങനെ ദയ കാണിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ എടുക്കുന്നുണ്ട്.
അപ്പോഴാണ് അനുഭവങ്ങൾ പറയുന്നില്ലേ, ഇന്ന് ഗുരുവിൻ്റെ അടുത്ത് പോയി, ഇന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ഇന്ന വേദന മാറി, ഇന്ന അസുഖം കുറഞ്ഞു, ഇന്നത് മാറി. കാരണം അവിടെ ആ ഗുരു അത് എടുത്തിരിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഒരു മെസ്സഞ്ചറിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ദേവതയ്ക്കും മറ്റാൾക്കാരുടെയും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലും ഈ ദേവതയ്ക്കും ഇടയിൽ നിന്നിട്ട്, അതാണ് ഗുരു. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരും ചെയ്യുന്നതുമല്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. കാരണം എന്തായാലും ഇവൻ്റെ പാപം എടുക്കേണ്ടത് ഞാനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. നിങ്ങൾക്കതറിയില്ലെങ്കിലും. മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇതുവരെ എത്ര ആൾക്കാർ ഇതുവരെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും വലിയ വീഡിയോ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കേൾക്കാനൊക്കെ കുറച്ച് ക്ഷമ, പിന്നെ എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട് സംസാരിക്കുമ്പോഴും ഒക്കെ. എന്നാലും ഇതൊരു അറിവാണ്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഇതിൻ്റെ കർമ്മമാണ്, എൻ്റെ കർമ്മം ചെയ്യുന്നു, ഞാനിതിന് തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല ഒന്നും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഉള്ള ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് ഒരുവിധം ആൾക്കാരൊന്നും അങ്ങനെ അറിവുള്ളവർ ഈ വെളിച്ചത്തിൽ വരില്ല. വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരു ഓറ കൊണ്ട്, സ്പർശം കൊണ്ട്, ഒന്ന് എന്താ പറയുക, ആ ഒരു ഇത് കൊണ്ട് തന്നെ പലർക്കും പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടോ കാലിൽ വീഴണം ആൾക്കാരെന്ന് വിചാരിച്ചിട്ടോ പല ആൾക്കാരും വരില്ല. അവർ ഗുപ്തമായിട്ട് കഴിയുക തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കലിയുഗത്തിൽ ഇത് ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരാൾ ഒരു പരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരമ്പര മനസ്സിലായിരിക്കുന്നു. ഇന്നടുത്തുനിന്ന് ഇന്ന ആൾക്കാരൊക്കെ പഠിച്ചിട്ട് ഇന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, അവർക്കും ഇന്ന ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ ഈ വ്യക്തി, ആ വ്യക്തിയുടെ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരു, അങ്ങനെ ഒരു പരമ്പരയുണ്ട്. അപ്പോഴും നിങ്ങൾക്കതിനെ വിശ്വസിക്കാവുന്നതാണ്. കാരണം ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്രം തരുന്ന ആൾ കുറച്ച് ഗമയൊക്കെയുള്ള ആളാണെന്ന് വിചാരിക്കാം. എന്നാലും ആ മന്ത്രം സ്വീകരിക്കുക, ചരണങ്ങളിലേക്ക് വീഴുക. നിങ്ങൾ ആ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കേണ്ട. കാരണം അത് നമ്മുടെ കർമ്മഫലമാണ് നമ്മളെ നോക്കി പ്രതികരിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ജീവിതം ഈസിയാണ്. ഏത് ഭാഗത്തുനിന്നും ഒരു കാര്യം നമ്മളെ നോക്കി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മം തിരിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാം എല്ലാവർക്കും ലഭിക്കാത്തത്. ചില കവചങ്ങളും സ്തോത്രങ്ങളും ഒക്കെ അപ്രാപ്യം തന്നെയാണ്. അത് ദേവത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് തരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷെ അത്രയും കഷ്ടം അനുഭവിക്കണം. അതിനിടയിൽ അപമാനങ്ങളും ഇൻസൾട്ടും അസുഖങ്ങളും ചെലവുകളും ധനനഷ്ടം എല്ലാം പലർക്കും പലതരത്തിലാണ്. പക്ഷേ അത് ആ അനുഭവങ്ങളും തരും. ഈ കലിയുഗത്തിൽ ഈസിയാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ എല്ലാ വർഷവും 4 നവരാത്രികൾ നിങ്ങൾ ഏത് ദേവതയെ ആരാധിച്ചാലും ആ ഒരു സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ആരാധന നിശ്ചിത സമയത്ത്, ആരാധനയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, സാധനകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിശ്ചിത സമയത്ത് നിശ്ചിത എണ്ണം ചെയ്യണം. അപ്പം നിങ്ങൾ സങ്കല്പം എടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു നവരാത്രി വരുന്നുണ്ട് ജനുവരിയിലിത്. അപ്പോൾ മാഘ നവരാത്രിയാണ്. അപ്പോൾ ജനുവരി 19 മുതൽ ജനുവരി 28 വരെയുള്ള സമയങ്ങളിൽ നിങ്ങളൊരു നിശ്ചയം എടുക്കുകയാണ് നേരത്തെ. അപ്പോൾ ആ ദിവസം രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കും, ഇത് സങ്കല്പം എടുക്കണം, നിങ്ങൾ പറയണം ഭഗവാനോട്. ദേവിയുടെ ആരാധകരാണ്, നവരാത്രി അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവിയോടാണെങ്കിൽ അത് പറയണം, ഞാൻ ദേവിയുടെ ഇന്ന സ്തോത്രം, ഇന്ന കവചം, എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത്, അത് ഞാൻ ഇത്ര തവണ എല്ലാ ദിവസവും ഇന്ന സമയത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു സൗകര്യമുള്ള സമയം നിങ്ങൾ നിശ്ചയിക്കുക, അത് ചെയ്യുക. പക്ഷെ പരമാവധി നമ്പർ കൂട്ടാൻ നോക്കണം, മടി പിടിക്കരുത്. അതായത് ശരിക്കും ഇപ്പോൾ ലളിതാ സഹസ്രനാമം വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കണ്ടെത്തണം ഒരു 11 തവണ ഒരു ദിവസം. നല്ല ടൈം എടുക്കും 11 തവണയൊക്കെ ചൊല്ലാനായിട്ട്. പക്ഷെ അത് രാവിലെയും വൈകുന്നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. രാവിലെ 6 പ്രാവശ്യം, വൈകുന്നേരം 5 പ്രാവശ്യം, അങ്ങനെയും വായിക്കാവുന്നതാണ്. അത് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ ആഹാരശുദ്ധി, ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. മറ്റുള്ളവരുടെ ആഹാരം നിങ്ങൾ സെപ്പറേറ്റ് പാകം ചെയ്ത് കൊടുക്കുക, അവർക്കിഷ്ടമുള്ളത്. നമ്മൾ ഈ ജപിക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷായിട്ട്
അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ട്, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സെപ്പറേറ്റ് ഡ്രസ്സ് വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും ആ ഒരു ഡ്രസ്സ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു ഇത് സജഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഭഗവതിക്കാണെങ്കിലും ഏത് ആരാധനയിലും നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യം കൊടുക്കേണ്ടതാണ് ശരിക്കും. അങ്ങനെ നൈവേദ്യം പൂവും, അതായത് ചന്ദനം, പൂവ്, നൈവേദ്യം ഇതെപ്പോഴും വേണം. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് കർപ്പൂരമൊക്കെ, ഇത് ഈ ഒരു സിസ്റ്റം വേണം നമുക്ക്. അതാണ് പറയുന്നത് ഗുരുവിൻ്റെ കീഴിൽ പഠിക്കണം എന്നത്. പക്ഷേ അത് വേണം. ആ നൈവേദ്യത്തിന് വലിയൊരു ടെൻഷൻ എടുക്കുകയും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. നിങ്ങൾ രാവിലെ കുടിച്ച് ഫ്രഷായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി, ഒരു ഫുഡ് ഐറ്റം ആയാൽ മതി. പക്ഷെ പൊതുവേ നമ്മൾ നൈവേദ്യമായിട്ട്, അതായത് ഭഗവതിക്ക് നിവേദിക്കാൻ മധുരമുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണ് രാവിലെ നിങ്ങൾക്കുണ്ടാക്കിയത് അത് കുളിച്ചിട്ട്, അടുക്കള വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട്, എന്താ പറയുക, അങ്ങനെ നന്നായി ഫ്രഷായിട്ട് വേണം, വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി കുളിച്ചിട്ടാണ് അടുക്കള വൃത്തിയാക്കേണ്ടത് ശരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും ശുദ്ധി വേണം. അങ്ങനെ നല്ലതാണ്. അതും ഒന്നും പറ്റില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രായമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കൂ. അത് എളുപ്പമാണ്. അത് കുറച്ച് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക, അത് സമർപ്പിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മുടെ ശർക്കര, ജാഗ്രി, അത് സമർപ്പിക്കാവുന്നതാണ്. അത് എന്തെങ്കിലും ഒന്ന് വയ്ക്കുക, അത് ഒന്നും വയ്ക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഹാര സാധനങ്ങൾ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മഞ്ഞച്ചോറ്. അതിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഇടരുത്, സാധാരണ മഞ്ഞളിട്ട ചോറ്, അതും ഭഗവതിക്ക് വയ്ക്കാവുന്നതാണ്. ആർക്കായാലും നമ്മളങ്ങനെ സ്പെസിഫിക്കായിട്ട് പായസം തന്നെ ഉണ്ടാക്കി വെക്കണമെന്നില്ല. പിന്നെ എപ്പോഴും പായസത്തിനൊരു മഹത്വം ഉണ്ടല്ലോ. ദേവി പായസാന്ന പ്രിയയാണ്, ദേവി ഗുഡാന്ന പ്രിയയാണ്, ഇതൊക്കെ മധുരമുള്ളതാണ്. പക്ഷെ അതല്ലെങ്കിൽ ഇതാണ് ഓപ്ഷൻ. അതിന് കൽക്കണ്ടം വയ്ക്കാവുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ എളുപ്പമാണ്, വെണ്ണയും കൽക്കണ്ടയൊക്കെ വെക്കണ്ടു, ടെൻഷനേ ഇല്ല. അതായത് നിങ്ങൾക്ക് സമയമില്ല, ജോലിക്ക് പോകുന്നവരാണ്, അങ്ങനെയാണ്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ നിഷ്ഠ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാമം ചൊല്ലാതിരിക്കരുത്. അതുകൊണ്ട് നാമങ്ങൾ ചൊല്ലുക. ഭഗവാൻ ശിവനേതാണെങ്കിലും സാംബ സദാശിവ എന്ന് ചൊല്ലാവുന്നതാണ്. ഓം നമശിവായ, അതായത് നമശിവായ മന്ത്രം ദീക്ഷ കിട്ടിയാലേ ചൊല്ലൂ എന്ന പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്മയോട് കൂടിയുള്ള ശിവനെ സാംബ സദാശിവ, അതും നവരാത്രി കാലങ്ങളിൽ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാരാഹി അമ്മയുടെ കവചം വായിക്കാവുന്നതാണ്. അത് ഞാൻ നേരത്തെ ഒരു വാരാഹി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാരാഹി അമ്മയുടെ നവരാത്രിയിൽ ദേവിയുടെ ദ്വാദശനാമ സ്തോത്രം, കവചമല്ല, ദ്വാദശനാമ സ്തോത്രം, വാരാഹി അമ്മയുടെ ദ്വാദശനാമ സ്തോത്രമാണ് കേട്ടോ, തെറ്റിപ്പോയി പറയുമ്പോൾ. അപ്പോൾ അത് വായിക്കാവുന്നതാണ്. അത് കവചം തന്നെയാണ് ശരിക്കും. അത് വജ്രപഞ്ചര, നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന കവചം തന്നെയാണത്. അപ്പോൾ അത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഇഷ്ടദൈവം എന്താണ്, അപ്പോൾ അത് ഇത്ര തവണ വായിക്കുമെന്ന്. ഇതിലെന്തായാലും തടസ്സം വരും. ഇനി നമ്മൾ എത്ര ഇത് വിചാരിച്ചാലും തടസ്സം വരും. അപ്പോൾ അത് അത്ര കാര്യമാക്കണ്ട. ഭഗവതിയോട് തന്നെ, ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചില്ലേ, ആനന്ദമല്ലാത്തൊരവസ്ഥയും വിദ്യയും അവിദ്യയും രജോ തമോ സതോ ഗുണങ്ങളും എല്ലാം ഭഗവതി തന്നെയാണ്, എല്ലാത്തിലുമുണ്ട്. ആ ബ്രഹ്മ കീട ജനനിയാണ് ദേവി. ലളിതാ സഹസ്രനാമത്തിൽ കേട്ടിട്ടില്ലേ, ആ ബ്രഹ്മ കീട ജനനിയാണ്. അതുകൊണ്ട് എല്ലാത്തിലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വിവേചനം വേണ്ട. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലെ ഷഡരിപ്പുക്കളെ നശിപ്പിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഈ സാധനയുടെ ലക്ഷണം എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോധം വരിക, നമുക്ക് സങ്കടം വരിക, നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മ വരിക, നമ്മുടെ മുന്നിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എത്തിപ്പെടുക, ഇങ്ങനെയുള്ള നാനാവിധ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ആ പ്രാരാബ്ധം കഴിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നിങ്ങളുടെ ഒരു ദിനചര്യയാക്കി മാറ്റുമ്പോൾ, ദേവി ആരാധന, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ആരാധന എന്നത് ഒരു ദിനചര്യയാക്കി മാറ്റുമ്പോഴാണ് കാര്യങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുരു വരുന്നതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് എങ്ങനെയായിട്ടും ഞാൻ 10-15 വർഷമായിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, ഇത് നിങ്ങളുടെ ദിനചര്യയാക്കി മാറ്റൂ. ഒരു പെർട്ടിക്കുലർ ദേവതയുടെ ഒരു സ്തോത്രം അല്ലെങ്കിൽ ഒരു നാമം. കലിയുഗം നാമാധാരമാണ്. ആ നാമം ജപിച്ചിട്ട് ദേവതയോട് പറയണം, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാ അവഗുണങ്ങളുമുള്ള വ്യക്തി തന്നെയാണ് ഞാൻ, പക്ഷെ ഞാൻ നിൻ്റെ സന്താനമാണ്, ഞാൻ നിൻ്റെ തന്നെ അംശമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഉയർത്താൻ എന്താണ് നീ ശ്രമിക്കാത്തത്? ഞാൻ ശരണാഗതനാണ്. എന്നിട്ട് ശരണാഗതനാവാനുള്ള ഓരോ എക്സ്പീരിയൻസും നിങ്ങളുടെ, ആരോടാണ് നിങ്ങൾ പറഞ്ഞത്?
ഗണപതി ഭഗവാനോടാണോ, കൃഷ്ണനോടാണോ, ദേവിയോടാണോ? അവർ തരികയും ചെയ്യും. അതിലെങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാത്തതും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാത്തതും എല്ലാം തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നില്ല എന്നോ പറയുമ്പോൾ വീണ്ടും വീണ്ടും വരുന്ന ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യവും പുണ്യവും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അംഗം, ഒരു കുടുംബാംഗം ചെറിയ പ്രായത്തിലൊക്കെ നഷ്ടപ്പെടുന്നത് വരെ നമുക്ക് ഈ മായ, ദേവി മഹാമായയാണ്, ഈ മായയെപ്പറ്റി പറഞ്ഞു തരാനാണ്. ഒന്നിനും സ്ഥിരതയില്ല എന്നത്. ജോലി നഷ്ടപ്പെടുമ്പോഴും, ഒരു സ്ഥലത്ത് കുറച്ച് നാൾ താമസിച്ചു, വേറൊരു സ്ഥലത്തെത്തി, ഒരു സ്ഥിരതയില്ല, ഇങ്ങനെ പല കാര്യങ്ങളും വരുമ്പോഴും ഭഗവതി നമ്മളോട് അറിയിക്കുന്നത് ഒന്നിനും സ്ഥിരതയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു അറ്റാച്ച്മെൻറ്റും വേണ്ട എന്ന് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ ഇന്ദ്രിയ തൃപ്തി വരുത്തുന്ന തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഒരാളുടെ ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കേണ്ട, അതിൽ അധർമ്മം വരുന്നുണ്ടെങ്കിൽ. ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന ഉദാഹരണമാണ്. ആഹാരം പാകം ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ രുചികളൊക്കെ വേറെയാണ്, പക്ഷേ അത് നമ്മളെ ബാധിക്കുന്നില്ല. ആഹാരമാണ് എന്ന് വെച്ചാൽ ഒരു മീഡിയം ലെവലുള്ള നല്ല ആഹാരത്തെയാണ് പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രുചിയില്ലേ, അതുപോലെ അപ്പോൾ നമുക്ക് ഇന്ദ്രിയ തൃപ്തി വരാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഒരു കുടുംബാംഗം നിങ്ങളെ ഇങ്ങനെയുള്ള വസ്ത്രത്തിലേ എനിക്ക് കാണുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് പറ്റില്ലായിരിക്കാം. മനസ്സിലായില്ലേ? അത് ഞാൻ എന്താ പറയുക, നമ്മളവിടെ നമ്മുടെ ജോലിക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ ചുരിദാറൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരാൾ വീട്ടിലൊരു അംഗത്തിന്, അതായത് ഒരു ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ സാരി തന്നെ ഉടുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഇന്ദ്രിയ തൃപ്തി, നമ്മളെ സാരിയിൽ കാണണം എന്ന് പറയുന്ന ആ ഇന്ദ്രിയ തൃപ്തി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ബസ്സിൽ കയറി പോകാൻ ചുരിദാറാണ് എളുപ്പം. അങ്ങനെ എല്ലാവരുടെയും തൃപ്തി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ടി പല സേവനവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ അറ്റാച്ച്മെൻ്റ് എന്നൊരു കാര്യം വേണ്ട. ഭഗവാനും പറയുന്നുണ്ട്, എൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദേവതയെ, അത് നിങ്ങളുടെ ഇഷ്ടദൈവം ആരായാലും, ആ ആനന്ദം എന്നത് വേറെ തന്നെയാണ്. ആ ആനന്ദം അനുഭവിച്ച് തന്നെ അറിയണം. ഇത് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി. ഒരു ഉദാഹരണം എന്നത്, ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആ കുഞ്ഞുണ്ടാകുമ്പോഴുള്ളൊരു ആനന്ദം, അതായത് ആ കുഞ്ഞിനെ ലാളിക്കുന്നു, അതിനെ നോക്കിയിരിക്കുന്നു, മതിമറന്നു പോകുന്നു, അതിൻ്റെ എന്താ പറയുക, അതിനെ കണ്ണുകളിലേക്ക് നോക്കുക, അതിൻ്റെ കുഞ്ഞു കൈകൾ സ്പർശിച്ചു കൊണ്ടിരിക്കുക, വളരെ അതിനെ തലോടുക, അങ്ങനെ നാനാവിധ എന്താ പറയുക, സദാസമയം അതിൻ്റെ ചിന്തകളാണ്. കുളിക്കുമ്പോഴും കുഞ്ഞിനെ പറ്റിയാണ് ചിന്ത. കുഞ്ഞുണർന്നോ, കുഞ്ഞെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് കുറേ അധികം ഉറങ്ങിപ്പോയാൽ, ഒരുപാട് ഉറങ്ങിയല്ലോ, അതിന് ഉറക്കത്തിൽ അങ്ങോട്ട് വിശക്കുന്നുണ്ടാവുമോ, അങ്ങനെ പല ചിന്തയാണ്. ഇടയ്ക്ക് എണീറ്റിട്ട് അതിനെ എന്താ പറയുക, അത് രാത്രിയിൽ അത് മൂത്രമൊഴിച്ചിട്ടുണ്ടോ, അത് വൃത്തിയാക്കി കൊടുക്കണ്ടേ, സകല സമയവും ഈ ചിന്തയാണ്. അവിടെ ഒരു ആനന്ദമുണ്ട്. ഈ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം എന്താണ്? ഭഗവതിയാണ്. അതാണ് പറയുന്നത് അഹമാനന്ദാനന്ദോ, അതായത് അഹമാനന്ദാനാനന്ദോ എന്ന് ഭഗവതി പറയുന്നത് ഞാൻ ആനന്ദവുമാണ്, അതുപോലെ അനാനന്ദവുമാണെന്നത്. അപ്പോൾ ഇത് രണ്ടിലുമുണ്ട്. നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഉള്ളിലും രഹസ്യമായിട്ട് എല്ലാത്തിലും ഭഗവതിയുണ്ട്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ പോലും നമുക്ക് ഈ ഗുരുകൃപ വേണം. പിന്നെ ഇത്തരം അറിവുകൾ എത്തുന്നതും അതിന് അർഹതയുള്ളവരുടെ അടുത്ത് മാത്രമേ എത്താറുള്ളൂ. നിങ്ങളുടെ ഇഷ്ടദൈവം, നിങ്ങളുടെ കുലദൈവം, നിങ്ങളുടെ ഗ്രാമദൈവം, സ്ഥാനദൈവം, ആരെങ്കിലും ഒരാളുടെ ഒരു പ്രീതി, ഒരു കൃപയുണ്ടെങ്കിലാണ് അത് കേൾക്കുക. അല്ലെങ്കിൽ ഈ ആത്മാവിനെ ഉയർത്തണം, ഈ ആത്മാവിനി ഏകാന്തതയുടെ മാധുര്യം, ഏകാന്തതയിലും ഭഗവതിയാണ്
രാത്രി ഭഗവതിയാണ്. രാത്രി സൂക്തമുണ്ട്. രാത്രിയും ഭഗവതിയാണ്. അതായത് മൊത്തത്തിൽ എല്ലാ സൗന്ദര്യവും, അതുപോലെ എല്ലാത്തിലും, സൗന്ദര്യമില്ലാത്തതിലും വെളിച്ചവും രാത്രിയും എല്ലാം ഭഗവതിയാണ്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും ആ തത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തത്വം ഒന്ന് തന്നെയാണ്. അത് നമുക്ക് പല ആരാധനകൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരാളുടെ ഒരു ഇഷ്ടദൈവത്തെ മുറുകെ പിടിച്ച് ആ ദൈവത്തിൻ്റെ ആരാധന ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആനന്ദവും ആ ദേവതയും തരുന്നതാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. എല്ലാത്തിലും, അതായത് നിങ്ങൾ ഓൾറെഡി ആ ആനന്ദം അറിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ ആനന്ദം എന്നത് കുഞ്ഞുണ്ടാകുമ്പോഴുള്ള ഈ ഒരു ആനന്ദം, അതുപോലെ ഒരു ഒരു കുടുംബജീവിതത്തിൽ നിന്നുള്ള ആനന്ദം, പല തരത്തിലും നമ്മൾ ആനന്ദം അനുഭവിച്ചറിയുന്നുണ്ട്. നമ്മൾ മതിമറന്നിട്ടാണ് അത് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഇത് എന്നത് മതിമറന്ന് അനുഭവിക്കുകയാണ് ആനന്ദം. ആ സമയത്ത് നമ്മുടെ മുഴുവൻ ഫോക്കസ് എന്നത് ഈ കുഞ്ഞിനെ പറ്റി തന്നെയായിരിക്കും. അത് ദേവിയാണ്. ആ സാന്നിധ്യം പലപ്പോഴായിട്ടും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്നൊരു വികാരമാണെങ്കിലും അതും ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ വികാരവും ദേവിയാണ്. നമുക്കുള്ള ബലം, ശക്തി, അതും ദേവിയാണ്. പലതരത്തിലും നമ്മളിൽ ദേവിയുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ വീണ്ടും വീണ്ടും യഥാർത്ഥത്തിൽ ഒന്നുകൂടി അറിയണം എനിക്ക്, ആ ഭഗവാൻ ശിവൻ്റെ അർദ്ധാംഗിനിയെ അറിയണം എനിക്ക് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവതി അത് അനുഭവിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും തരും. ഇത് ഓരോ ദേവതയിലും ഈ ആനന്ദം നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ ആരാധിക്കുന്ന ആ ദേവത നിശ്ചയിക്കും അടുത്ത് നിങ്ങളുടെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നത്. ഈ ജന്മത്തിൽ ഇവൻ കുറേ നാളായി എന്നെ ഇങ്ങനെ ഭജിക്കുന്നു, ഇവൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ ഇവൻ്റെ പ്രാരാബ്ധങ്ങൾ, മുൻജന്മ കർമ്മഫലങ്ങൾ അത് അനുവദിക്കുന്നില്ല. പക്ഷേ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. കാരണം ഒരുപക്ഷെ ആ ദേവതയുടെ അപരാധം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന ദേവതയുടെ കൃപ കൊണ്ട് ഇന്ന കാര്യം സാധിക്കും. അതുകൊണ്ട് ആ പെർട്ടിക്കുലർ ദേവതയുടെ അടുത്തേക്ക് ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ദേവത നിങ്ങളെ നയിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കൈ പിടിച്ച് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മറ്റൊരു ആരാധനയിലേക്ക് കടക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ഇനി ഈ വ്യക്തിയുടെ അടുത്ത ഘട്ടം, ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലെ പുരോഗതി എന്നത് ഇന്നാളുടെ കയ്യിലാണ്. എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ആരാധിച്ച ദേവതയ്ക്ക് നിങ്ങളോട് ദേഷ്യമാണെന്നോ നിങ്ങളെ ശപിക്കുന്നു, അങ്ങനെ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള ഒരു എനർജിയാണ്. പ്രേമാനന്ദ് മഹാരാജ് പറയുന്ന എക്സാമ്പിളുണ്ട് ആ ഒരു കാര്യത്തിന്. എല്ലാം ഇലക്ട്രിസിറ്റി തന്നെയാണ്, കറണ്ടാണ്. മിക്സി പ്രവർത്തിക്കാനും കറണ്ട് വേണം, മൊബൈൽ ചാർജ് ചെയ്യാനും കറണ്ട് വേണം, ഫാൻ കറങ്ങാനും എല്ലാത്തിനും നമുക്ക് വൈദ്യുതി വേണം, ഇലക്ട്രിസിറ്റി വേണം. പല ഇതായിട്ട് കാണുന്നേ ഉള്ളൂ. എല്ലാത്തിലും പോകുന്നത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. പല മാത്രകളിൽ ഉപയോഗിക്കുമ്പോഴും അതിന് ഇത് വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എത്രമാത്രമേ വേണ്ടൂ എന്നതും, ഒരു ഫ്രിഡ്ജിന് എത്രമാത്രം വേണം എന്നതും ഇങ്ങനെ കണക്കുണ്ടല്ലോ. അപ്പോൾ ഈ മാത്ര അറിഞ്ഞ് നമുക്ക് തരുന്ന ആൾ ഗുരുവാണ്. ഇത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഗുരുവിനറിയാം ഇന്ന ആൾക്ക് ഇന്ന ഘട്ടത്തിലെത്തിയാൽ എന്ത് കൊടുക്കണം, എങ്ങോട്ട് ഗൈഡ് ചെയ്യണം എന്നത്. അതുപോലെ ഗുരുവിന് ഇതും അറിയാം, ഇവൻ ഇത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ആ ദേവതയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ദേവത അങ്ങോട്ട് കൊടുത്തോളും എന്നത്. അപ്പോൾ ഈ ഒരു മാധ്യമം എന്നത്, ഇപ്പോൾ ഈ ഗുരുവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. പ്രത്യക്ഷത്തിൽ ഭഗവാൻ ആണ് ഈ ഗുരു. പിന്നെ നമ്മുടെ ദൃഷ്ടിയാണ്, നമ്മുടെ ഉള്ളിലെ ഷഡരിപുക്കളും നമ്മുടെ അല്പബുദ്ധിയുമാണ് ഇവരിൽ മനുഷ്യനെ ദർശിക്കുന്നത്. ഇവർ ശരിക്കും നമ്മൾ മനുഷ്യനായിട്ട് കാണരുത്. ഒരു ഫോം, അത്രയേ ഉള്ളൂ, ഒരു രൂപം. സംസാരിക്കുന്നു, കാര്യങ്ങൾ തരുന്നു എന്നുള്ളൊരു രൂപം. യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ഇഷ്ടദൈവം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗുരുപരമ്പരയെ കാണുന്നത്. പലതരത്തിലും നമുക്ക് തോന്നും പല കാര്യങ്ങളും, പക്ഷെ എന്നാലും ഇത് ആ കാളിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇന്ന കാര്യങ്ങൾ.
അപ്പോൾ ഇനി എന്താണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ കാണും ഈ പറഞ്ഞു തരുന്ന ആളിൽ. നിങ്ങളൊരു പക്ഷേ ഒരു എഞ്ചിനീയറോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഓപ്പോസിറ്റുള്ള നിങ്ങൾക്ക് മന്ത്രം തന്ന ആ ഗുരു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹത്തിന് വിവരമൊന്നുമില്ല, ഇങ്ങനെ മന്ത്രം തരാമെന്നല്ലാതെ ഈ ഇലക്ട്രിസിറ്റിയെ പറ്റിയും ഇലക്ട്രിക്കൽ ഫീൽഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്താണ് ഞാൻ ജോലി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു ബുദ്ധി വയ്ക്കരുത് നമ്മൾ. ഇങ്ങനെയുള്ള അറിവ് പറഞ്ഞു തരുന്ന ആൾക്കാർ അതൊക്കെ മായയാണ്, നിങ്ങൾക്കുള്ള പരീക്ഷണമാണത്. ആ വ്യക്തിയുടെ കുറവുകളല്ല അത്, നിങ്ങൾക്കുള്ള പരീക്ഷണമാണത്. അദ്ദേഹത്തിന് എന്ത് വേണം? നമ്മളെവിടെ താമസിക്കുന്നു, നമ്മുടെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒന്നുമില്ല. ആക്ച്വലി നമ്മളെ ഉയർത്താനാണ് ആ ഗുരു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും സറണ്ടേർഡ് ആയിരിക്കണം. നമ്മൾ ഈ ഒരു ദ്വേഷഭാവം, അതുപോലെ കുറവുകൾ കാണരുത്. അത് ആരും പറയുന്നത് കേൾക്കുകയും ചെയ്യരുത്. കഴിയുന്നത്ര സത്സംഗം ചെയ്യുക, കഴിയുന്നത്ര അവരുടെ ശകാരം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. അത് പുണ്യമാണ്. ശരിക്കും ഗുരു അല്ലെങ്കിൽ നമ്മുടെ അറിവുള്ള ആൾക്കാർ നമ്മളെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് അവഗണന ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ പ്രാരാബ്ധമാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ജനുവരിയിലെ നവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അറിവുകളാണ്. ഇതിൽ ഒരുപാട് അറിവുകൾ മിക്സ് ആക്കിയിട്ടുണ്ട്. കാരണം പല വീഡിയോസിൻ്റെയും പഴയതും പുതിയതുമായിട്ട് പഴയ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പുതിയതായിട്ട് കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ. അതിലൊക്കെ പല വീഡിയോസിന് താഴെയുള്ള കമൻറ്റുകൾക്കും ചില ഇമെയിലുകൾക്കും ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് കൺസൾട്ടേഷൻ അവരുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾക്കും വരുന്ന നവരാത്രിക്കും പിന്നെ ഗുരുവിനെക്കുറിച്ചുള്ള ചില അറിവുകളും അങ്ങനെ എല്ലാം കോർത്തിണക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ് വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി. ചില അറിവുകൾ അങ്ങനെയാണ്, അതൊരു ഫ്ലോ ആയിട്ട് വരുന്നതാണ്. എന്നാലും ഇത് മുഴുവൻ കണ്ട ആൾക്കാർക്ക് കുറേയൊക്കെ ഐഡിയ കിട്ടിക്കാണും. എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു ദോഷം കിട്ടും, പാപം കിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട. കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ക്രോധം അധികം വരാനും അങ്ങനത്തെ ക്രോധം തരുന്ന ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോകാതിരിക്കുക. അതുപോലെ നമ്മൾ നിഷ്ഠയോട് കൂടിയിരിക്കുക. അതുപോലെ ഒരാളെ ഒരു ദൈവത്തെ ഫിക്സ് ചെയ്ത്, അതായത് നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ ഒരുപാട് ചാൻസ് വരും ആ ഒരു മന്ത്രം വിട്ടിട്ട് വേറൊന്നിലേക്ക് പോകാനായിട്ട്. ഇതുവരെ നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും എല്ലാം തന്നത് ആ ഒരു നാമമായിരിക്കാം. പെട്ടെന്ന് അത് വിട്ടിട്ട് വേറെടുത്തേക്ക് പോകാൻ. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, എന്തിനു പോകണം എന്നത്. അത് ഒന്ന് ചിന്തിക്കണം. എന്തെങ്കിലും നിങ്ങൾക്കൊരു പരിഹാരമായിട്ട് പറഞ്ഞു തന്നതാണോ? എന്തിനു പോകണം? കാരണം ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ എന്തിനു പോകണം? ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതിനും ബുദ്ധി തന്നത് ഭഗവാനാണ്. അപ്പോൾ നവരാത്രി ആരാധന എല്ലാവരും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്നത് ദേവിയുടെ ഈ പറയുന്ന സ്തോത്രങ്ങളിൽ തന്നെയുണ്ട്. അതൊക്കെ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, ഇതൊക്കെ ദേവിയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി തെളിയാനും ഒക്കെ നമ്മൾ ഗണപതി ഭഗവാനെ ദേവിയൊക്കെ ആരാധിക്കുന്നത്, നേർവഴി കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരാളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളോട്. അതുപോലെ നല്ലൊരു ആരാധനയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങട്ടെ. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, കുറച്ചൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക. എല്ലാ നവരാത്രികളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ളൊരു മനസ്സും ഉണ്ടാവട്ടെ. അപ്പോൾ അതിനൊക്കെയായിട്ടും ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അറിവുകൾ അർഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസമില്ലാത്തവർക്ക് കൊടുക്കരുത്. അതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പൊതുവേ ഷെയർ ചെയ്യണമെന്ന് വീഡിയോസിൽ പറയാറില്ല. കാരണം ഇതാണ്, അറിവുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് എല്ലാവർക്കും ഇങ്ങനെ പരിഹസിക്കാനെന്നുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരുപാട് നന്ദി. ഓം നമഃ ശിവായ.